വിശിഷ്ടാതിഥികളെയും ഡയറക്ടർ ലിസ്യു ഫ്ലവറിനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. തോമസ് എബ്രഹാം സർ, വി ജോസഫ് സർ, മുളമൂട്ടിൽ അച്ഛൻ, ലിസ്യു ഫ്ലവർ, പ്ലീസ് കം ടു ദി സ്റ്റേജ്. സ്കൂളിൻ്റെ ആനുവൽ ഡേ ആയ സർഗലീലയിലേക്ക്, സർഗലീല 2024-25 എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനാ ഗാനമായി ആരംഭിക്കുവാൻ പവിത്ര, വേദസ്, ടിയ എന്നിവരെ ക്ഷണിക്കുന്നു. സ്നേഹസ്വരൂപൻ ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ഡത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. നാദവും താളവും മേളവുമായി എന്നെ നേരായ പാതയിൽ ആക്കേണമേ. ജ്ഞാനവും ബോധവും എന്നിലുണരുവാൻ ആനന്ദമൂർത്തി കനിയേണമേ. കാണാനും കേൾക്കാനും അറിയാനുമായി എന്നെ പാകപ്പെടുത്തണേ പരമ്പൊരുളേ. സത്യവും ധർമ്മവും നീതിയും പാലിക്കാൻ എന്നും എനിക്ക് കരുത്തേകണേ. സമ്പത്തും സമയവും പങ്കുവച്ചിടുവാൻ എന്നും എനിക്ക് തുണയാവണേ. എൻ കർമ്മമൊക്കെയും ധർമ്മങ്ങളാകുവാൻ നന്മ വിതയ്ക്കുവാൻ തോന്നേണമേ. ഈ ധന്യഭൂമിയിൽ പൂജാതയായി എന്നെ കർമ്മങ്ങൾ തീർക്കുവാൻ കനിയേണമേ. ഭൂലോകമാകെയൊരാഘോഷമാകുവാൻ പ്രതിനിധിയായി എന്നെ മാനിക്കണേ. കരുണാമയനാം സ്നേഹസ്വരൂപൻ ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ഡത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ലീല സ്കൂളിൻ്റെ വാർഷികാഘോഷം സർഗലീലയുടെ 2ാം വാർഷികമാണെന്ന്. ഒത്തിരി സന്ദേശത്തിൻ്റെ ദിവസം. ഈ സന്തോഷം നമുക്ക് ഒന്നിച്ച് പങ്കുവയ്ക്കാം. ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നത് ഈ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് എബ്രഹാം സാറിനാണ്. TCI എന്ന് വളർത്തുന്ന മനഃശാസ്ത്രത്തിൻ്റെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഗ്രാജുവേറ്റ് ഫെസിലിറ്റേറ്റർ ആണ് തോമസ് എബ്രഹാം സാർ. 50 രാജ്യങ്ങളിലായി 1000-ലധികം TCI വർക്ക്ഷോപ്പുകളാണ് സാർ നടത്തിയത്. ആദ്യത്തെ NSS പ്രോഗ്രാം കോർഡിനേറ്ററായ സാറിൻ്റെ നേതൃത്വത്തിൽ 1989 ആരംഭിച്ച സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞമാണ് ഇന്ന് നമ്മുടെ കോട്ടയത്തിന് അക്ഷരനഗരി എന്ന പേര് ചാർത്തി തന്നത്. പനക്കച്ചിറ എന്ന ഗ്രാമത്തിൽ താമസിച്ച് ആ ഗ്രാമത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായി സാർ നടത്തിയ പ്രവർത്തനങ്ങളെ മാതൃകയാക്കി ഒരു സമൂഹത്തെ മുഴുവൻ ഒരുമിച്ച് ലീല ഉയർത്തിയെടുക്കാമെന്ന ലക്ഷ്യമാണ് ലീല ലക്ഷ്യം വെക്കുന്നത്. സാറിനെ ഇവിടെ ഉദ്ഘാടകനായി കിട്ടിയതിൽ എനിക്ക് വ്യക്തിപരമായ ഒരു സന്തോഷം കൂടിയുണ്ട്. ഇതേ തന്മയ ഓഡിറ്റോറിയത്തിൽ നടന്ന ഒരു TCI വർക്ക്ഷോപ്പിൽ ഇവിടെ സംസാരിക്കാൻ അവസരമൊരുക്കിയത് കോട്ടയംകാർക്ക് സുപരിചിതനായ ലീല എന്ന കമ്മ്യൂണിറ്റിയുടെ ബിൽഡപ്പിന് വഴിയൊരുക്കിയ തോമസ് എബ്രഹാം സാറിനെ സർഗലീലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട എബ്രഹാം മുളമൂട്ടിൽ അച്ഛനാണ്. എഴുത്തുകാരൻ, അധ്യാപകൻ, ഗായകൻ, തത്വചിന്തകൻ എന്നിങ്ങനെ ബഹുമുഖ പ്രതിമയാണ് മുളമൂട്ടിൽ അച്ഛൻ. 1998 വത്തിക്കാനിൽ വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന കുർബാനയിൽ കേരളത്തിൽ നിന്നുള്ള ഗായക സംഘത്തെ നയിച്ചത് അച്ഛനാണ്. തിരുവല്ല മാക്ഫാസ് കോളേജിൻ്റെ സ്ഥാപകനും പ്രിൻസിപ്പളുമായ അദ്ദേഹമാണ് കേരളത്തിൽ ആദ്യമായി ബയോഇൻഫോർമാറ്റിക്സ്
ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി, ഫൈറ്റോ മെഡിക്കൽ സയൻസ് എന്നീ കോഴ്സുകൾ അവതരിപ്പിച്ചു. ഡിഗ്രി ഇൻസ്റ്റിറ്റ്യൂഷന്റെ ചെയർമാനായിരുന്ന അച്ഛനാണ് ആദ്യത്തെ ക്യാമ്പസ് കമ്മ്യൂണിറ്റി റേഡിയോ ആയ മാക്ഫസ് 90.4, സംസ്ഥാനത്തെ ആദ്യത്തെ ഏറ്റവും വലിയ സോളാർ പ്രോജക്റ്റ് എന്നിവ സ്ഥാപിച്ചു. ആശയങ്ങളെ സ്റ്റാർട്ടപ്പുകളിലൂടെ വളർത്തുന്ന സിഡാറ്റിന്റെ സംഘാടകൻ, സാഹിത്യകാരൻ എന്നീ നിലയിൽ UAE ഗോൾഡൻ വിസ ഹോൾഡർ. അദ്ദേഹത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പറഞ്ഞാൽ തീരില്ല. കൂടാതെ ഇന്ന് ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ ഇന്ത്യ ആശയങ്ങളുടെ ഉപജ്ഞാതാവ് അച്ഛനാണ്. എന്നാൽ ഞങ്ങൾ ലീല കുട്ടികൾക്ക് അച്ഛനെ അടുത്തറിയുക ഭക്തി രീതിയിലാണ്. കോട്ടയത്ത് മുളമൂട്ടിൽ അച്ഛൻ ഫൗണ്ടേഷൻ അവതരിപ്പിച്ച ടോക്സ് ഇന്ത്യ എന്ന പ്രഭാഷണ പരമ്പരയിലൂടെ ഗാന്ധിജിയുടെ ചെറുമകനായ തുഷാ ഗാന്ധിയിൽ തുടങ്ങി ഭാരതത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസറായ കിരൺ ബേദി വരെ നീളുന്ന നിരവധി മഹത് വ്യക്തികളെ കാണാനും അവരുടെ വാക്കുകളെ, ചിന്തകളെ കേൾക്കുവാനും അവസരമൊരുക്കി തന്നത് അച്ഛനാണ്. അതിനുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ബൈബിളിനും ഉപരിയായി മനുഷ്യലോകത്തിൻ്റെ നന്മയെക്കുറിച്ചും വിജ്ഞാന ലോകത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ചും സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട മുളമൂട്ടിൽ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ആശംസിക്കേണ്ടത് ആൽഡിയുടെ ഡയറക്ടറും ആയിരക്കണക്കിന് കുട്ടികളുടെയും മാതാപിതാക്കളുടെയും ജീവിതത്തിൽ വെളിച്ചം നിറച്ച ഞങ്ങളുടെ സ്വന്തം ജോസഫ് മാഷനാണ്. മാഷിൻ്റെ വാക്കുകളിലൂടെയാണ് ഞങ്ങൾ ഓരോരുത്തരും വളരുന്നത്. ഞങ്ങളുടെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും പരിശീലനം നൽകുവാനായി എല്ലാ മാസവും മാഷ് കോട്ടയത്തെത്തുന്നു. മാഷ് നൽകുന്ന നിർദ്ദേശങ്ങളും ആ ക്ലാസ്സിലെ തീരുമാനങ്ങളും ഞങ്ങളുടെയും മാതാപിതാക്കളുടെയും ജീവിതത്തിൽ മാറ്റങ്ങളെ സൃഷ്ടിക്കുന്നു. ലീല സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് മാർഗദിഗമായ ജോസഫ് മാഷിനെ, ലീല സ്കൂളിൻ്റെ ഭാഗമായ മാഷിനെ ഈ വാർഷികാഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിനൊപ്പം ഇവിടെ എത്തിച്ചേർന്ന സീനാൻ്റെയും ഈ ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ആശംസിക്കുന്നത് ലീല സ്കൂൾ ഡയറക്ടർ ആയ ലിസ്യുമായിക്കാണ്. ലീല കുട്ടികളുടെ പ്രിയപ്പെട്ട ലിസ്യു ആൻറ്റി ഉറച്ച വാക്കുകളും തീരുമാനങ്ങളുമായി ഞങ്ങളുടെ ഓരോരുത്തരുടെയും വളർച്ചാഘട്ടങ്ങളെ മുന്നോട്ട് നയിക്കുന്ന, ഞങ്ങളെ എന്നും ചേർത്ത് പിടിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി എന്നും വാദിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ലിസ്യു ആൻറ്റിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലീല സ്കൂളിൻ്റെ ചിത്രകലാ അധ്യാപകനും വര ആർട്ട് ഗാലറി ഡയറക്ടറും ന്യൂവേ ഫിലിം സൊസൈറ്റിയുടെ സെക്രട്ടറിയും കോട്ടയത്തെ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ മുളമൂട്ടിൽ അച്ഛനൊപ്പം നിശബ്ദ സഞ്ചാരിയുമായ കേരളത്തിൻ്റെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങളുടെ സജീവ അംഗമായ ശ്രീ മാത്യു സോറത്തൽ സാറിനാണ് ഇനി സ്വാഗതം ആശംസിക്കുന്നത്. സിനിമയുടെ വിശാലമായ ലോകത്തെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന മാത്യു സാറാണ്. ഒന്നും രണ്ടുമല്ല, 120-ലധികം സിനിമകളാണ് ഞങ്ങൾ കണ്ടത്. അതോടൊപ്പം സർഗലീലയുടെ സാങ്കേതികപരമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും ലീലയുടെ കരുത്ത് പകരുന്ന ശ്രീ മാത്യു സോറത്തൽ സാറിനെ ലീലയുടെ വാർഷികാഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ മൃദംഗാധ്യാപകനായ ശ്രീ മറിയപ്പള്ളി ഹരീഷ്, നൃത്താധ്യാപകനായ ദേവ്ജി എന്നിവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നും ഞങ്ങളെ ക്ഷമയോടെ പരിശീലിപ്പിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുക്കന്മാർക്ക് സ്വാഗതം ആശംസിക്കുന്നു. ലീല സ്കൂളിനെ മനസ്സിലാക്കി ഓരോ ദിവസവും ലീലയോടൊപ്പം സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് അനുവാദം തന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കളെ, ബന്ധുജനങ്ങളെ ഞങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളോടൊപ്പം ഓരോ ദിവസവും നിറഞ്ഞ സ്നേഹത്തോടെ, കരുതലോടെ ഞങ്ങളുടെ അമ്മമാരായി നിൽക്കുന്ന ഞങ്ങളുടെ അധ്യാപകർ, ഇന്നിവിടെ ഒരുപാട് ഇവിടെ എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ച പ്രിയപ്പെട്ട സ്റ്റഡി ടീച്ചർ, വൈശാഖിലിരുന്ന് ഞങ്ങളുടെ ഈ പ്രോഗ്രാം കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ, ചെന്നൈയിൽ നിന്നും ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമാകാൻ ഇവിടെ എത്തിച്ചേർന്ന ഐറീൻ ചേച്ചി, എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. വിദൂരത്തു നിന്നും യൂട്യൂബ് ലൈവിലൂടെ സർഗലീലയെ ആസ്വദിക്കുന്ന ഓരോ മാതാപിതാക്കൾക്കും സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ വാർഷികാഘോഷത്തിലേക്ക് ഒത്തുചേരാം. നന്ദി. താങ്ക് യു വേദജിത്ത്.
അടുത്തതായി ആനുവൽ റിപ്പോർട്ട് അവതരിപ്പിക്കുവാനായി ഡയറക്ടർ മിസ്സസ് ലിസി ഫ്ലവർ ആന്റണിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. നമ്മുടെ ലീല കമ്മ്യൂണിറ്റി ഹോം സ്കൂളിങ്ങിന് നമ്മളിപ്പോൾ ഒരു കുഞ്ഞു സ്കൂളാണെങ്കിലും വലിയ വിശാലമായ ഒരു റിപ്പോർട്ടാണുള്ളത്. നമ്മൾ ഓരോ ദിവസം നടപ്പാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ തീരാത്ത അത്രയും കാര്യങ്ങളുണ്ട്. അതിനകത്തുനിന്ന് കുറച്ച് എണ്ണം പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. എല്ലാവരും ക്ഷമയോടെ കേൾക്കുമെന്നും മനസ്സിലാക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. മാന്യരെ, 2023-24 വർഷത്തെ വാർഷികാഘോഷം 2024 ഏപ്രിൽ 25 കുമാരനെല്ലൂർ തന്മയ മീഡിയ സെന്ററിൽ വെച്ച് നടന്നു. പരിസ്ഥിതി സംരക്ഷകനും ഇക്കോളജി ശാസ്ത്രത്തിൻ്റെ വക്താവും ജൈവകൃഷിയുടെ ആചാര്യനുമായ ശ്രീ KV ദയാൽ സാർ, ജനിതക ശാസ്ത്രജ്ഞനായ ഡോക്ടർ സണ്ണി ലൂക്ക്, ആൽഡി ഡയറക്ടറും വിദ്യാഭ്യാസ വിചക്ഷണനുമായ VV ജോസഫ് മാഷ് എന്നിവരായിരുന്നു വിശിഷ്ടാതിഥികൾ. ജോസഫ് മാഷിൻ്റെയും ദയാൽ സാറിൻ്റെയും ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച് 2 സ്കിറ്റുകളായിരുന്നു പ്രധാന ആകർഷണം. ഇക്കോളജിയുടെ ആശയങ്ങളെ കുട്ടികളിലേക്ക് എത്തിക്കാൻ ലീല സ്കൂൾ നടത്തുന്ന പ്രയത്നത്തെ ദയാൽ സാർ അഭിനന്ദിച്ചു. കുട്ടികളാൽ ക്രമീകരിക്കപ്പെട്ട, കുട്ടികളാൽ നടത്തപ്പെട്ട ആനിവേഴ്സറി പരിപാടിയിൽ കുട്ടികളിലേക്ക് ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന് ആവശ്യകതയെപ്പറ്റിയും അതുണ്ടാക്കുന്ന മാറ്റങ്ങളെപ്പറ്റിയും ജോസഫ് മാഷ് വിവരിച്ചു. സണ്ണി ലൂക്ക് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ ഇവിടുത്തെ കുട്ടികളുടെ മാറ്റങ്ങൾ ശാസ്ത്രത്തിന് തന്നെ അതിശയകരമാണെന്നും ഈ പ്രവർത്തനങ്ങൾ ലോക ശ്രദ്ധയിൽ എത്തിക്കേണ്ടതാണെന്നും അഭിപ്രായപ്പെട്ടു. കുട്ടികളുടെ നൃത്ത അവതരണവും അക്ഷര ശ്ലോക സദസ്സും എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റി. സാധാരണ ആനിവേഴ്സറി പ്രോഗ്രാമുകളിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ കുട്ടികളും പങ്കെടുക്കുന്ന പ്രോഗ്രാമുകളാണ് ലീല സ്കൂളിൻ്റെ ആനിവേഴ്സറിയുടെ പ്രത്യേകത. പരിശീലന കാലത്ത് മാറി നിൽക്കുന്നവർ പോലും വേദിയിൽ അവരുടെ മികവും കഴിവും മാതാപിതാക്കൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഓരോ കുഞ്ഞും പ്രായത്തിൻ്റെ പക്വതയോടെ അവസരത്തിനൊത്തുയർന്ന് തങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്ന ഒരു വേദിയാണിത്. അഭിമാനമുണ്ട്. ഇതിനെല്ലാം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഞങ്ങളോടൊപ്പം ഞങ്ങൾ പറയുന്ന വഴികളിലൂടെ ആ പ്രയാസങ്ങളൊക്കെ ഉൾക്കൊണ്ട് സഞ്ചരിക്കാൻ തയ്യാറായിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും ടീച്ചർമാർക്കും ഇതിന് വശംവദരായി തരുന്ന കുഞ്ഞുങ്ങൾക്കും ഞങ്ങളുടെ നന്ദി. താങ്ക് യു. ഇത്രയും ഇവന്റ്ഫുള്ളായ ഒരു ആക്കഡമിക് ഇയർ ഇവർക്കായി ഒരുക്കിയ ലീല അധ്യാപകർക്കും അതിനോട് സഹകരിച്ച മാതാപിതാക്കൾക്കും കുട്ടികളുടെ പേരിൽ ഞാൻ നന്ദി അറിയിക്കും. ഉദ്ഘാടനത്തിന് തൊട്ട് മുൻപായി NIOS ഡിസ്ട്രിക്ട് ആർട്സ് ഫെസ്റ്റിൽ സമ്മാനാർഹമായ ഒരു കവിത അവതരിപ്പിക്കുവാനായി മലയാള പദ്യപാരായണത്തിന് പവിത്ര കൃഷ്ണയെ സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചൊല്ലാൻ പോകുന്നത് ബാലാമണിയമ്മ രചിച്ച സഹപാഠികൾ എന്ന കവിതയാണ്. ഓണനാളൂണിനിങ്ങെത്താമെന്നേറ്റിട്ട് ഓമനത്തോഴൻ വരാഞ്ഞതെന്തേ? ഓണനാളൂണിനിങ്ങെത്താമെന്നേറ്റിട്ട് ഓമനത്തോഴൻ വരാഞ്ഞതെന്തേ? പൊഞ്ഞുടുപ്പൂരിയിട്ടാദിത്യനീ വീട്ടിൽ പിന്നിലെ തോപ്പിലേക്ക് ഓടിയല്ലോ. പൊഞ്ഞുടുപ്പൂരിയിട്ടാദിത്യനീ വീട്ടിൽ പിന്നിലെ തോപ്പിലേക്ക് ഓടിയല്ലോ. പാണർക്കളിയുടെ പാട്ടും തൊടികൊട്ടും പാടത്തിനക്കരെ കേൾക്കായല്ലോ. പാണർക്കളിയുടെ പാട്ടും തൊടികൊട്ടും പാടത്തിനക്കരെ കേൾക്കായല്ലോ. ചെമ്പിൽ താൻ വയ്ക്കിലും കാലത്തെ വീവിച്ചൊരമ്പിളി പൂവട ആറിയല്ലോ. തേച്ചു തുടച്ചിട്ട കോലായിൽ പിന്നെയും കാൽച്ചെളിപ്പാടുകൾ വന്നുപെട്ടു. തേച്ചു തുടച്ചിട്ട കോലായിൽ പിന്നെയും കാൽച്ചെളിപ്പാടുകൾ വന്നുപെട്ടു. വാടിക്കുഴഞ്ഞു ഞാൻ ഓണപ്പെരുമാളെ ചൂടിച്ച താമര പൂങ്കിരീടം. ചൂഴെ അണിഞ്ഞോരരിച്ചാന്തിൻ മണ്ഡലം കോഴികൾ താറുമാറാക്കി വിട്ടു. ചൂഴെ അണിഞ്ഞോരരിച്ചാന്തിൻ മണ്ഡലം കോഴികൾ താറുമാറാക്കി വിട്ടു. എണ്ണവിളക്കു പുകയുന്നു ഞങ്ങൾക്കായുണ്ണാനിലെ ഇട്ട മുന്തളത്തിൽ
എണ്ണ വിളക്കു പുകയുന്നു ഞങ്ങൾക്കായുണ്ണാനിലയിട്ട മുൻതളത്തിൽ. അമ്മയെ പിന്നിന്നലട്ടി ഞാൻ വെപ്പിച്ചൊരഞ്ചാറു കൂട്ടം കരിക്കരികിൽ ഒറ്റയ്ക്കിരുന്നുണ്ണും അമ്മയാ പാവത്തെ കുറ്റപ്പെടുത്തുമെന്നാണു ഖേദം. ഒറ്റയ്ക്കിരുന്നുണ്ണും അമ്മയാ പാവത്തെ കുറ്റപ്പെടുത്തുമെന്നാണു ഖേദം. കൂട്ടുകാരനെന്തോ പറ്റിയെന്നാം, അല്ല വീട്ടുകാർ വിട്ടയച്ചിലയെന്നാം. പാരമറിവുള്ളോ നല്ല വാക്കോതുന്നോ ക്രൂരത കാട്ടുമോ കുട്ടികളിൽ. പാരമറിവുള്ളോ നല്ല വാക്കോതുന്നോർ ക്രൂരത കാട്ടുമോ കുട്ടികളിൽ. ചെന്നു വിളിക്കാൻ എന്തിനോ തോഴൻ്റെ ചേച്ചിക്കു ചെഞ്ചുണ്ടു ചെറ്റുകോടി. ചെന്നു വിളിക്കാൻ എന്തിനു തോഴൻ്റെ ചേച്ചിക്കു ചെഞ്ചുണ്ടു ചെറ്റുകോടി. എന്തുകൊണ്ടച്ഛനു നെറ്റി ചുളിഞ്ഞു പോയി എന്തിനെ മെല്ലെ ചിരിച്ചതമ്മ. മേൽക്കുമേൽ വാടും മുഖവുമായി ദൂരേക്ക് നോക്കിയുമോർത്തോർ തുഴഞ്ഞു നിൽക്കേ. മേൽക്കുമേൽ വാടും മുഖവുമായി ദൂരേക്ക് നോക്കിയുമോർത്തോർ തുഴഞ്ഞു നിൽക്കേ. പുത്രൻ്റെ കൺതുടച്ചമ്മ നിമന്ത്രിച്ചാലത്ര നാളൻ പാൽ മറച്ച സത്യം. പുത്രൻ്റെ കൺതുടച്ചമ്മ നിമന്ത്രിച്ചാലത്ര നാളൻ പാൽ മറച്ച സത്യം. പാടാലയത്തിലെ പ്രാമാണ്യമുള്ളവർ പാവങ്ങളോടൊത്തിണങ്ങലുള്ളൂ. പഞ്ചാമൃതക്കൂട്ടും ഞാവൽ പഴങ്ങളും പങ്കിട്ടെടുത്തു കരിക്കലുള്ളൂ. പഞ്ചാമൃതക്കൂട്ടും ഞാവൽ പഴങ്ങളും പങ്കിട്ടെടുത്തു കഴിക്കലുള്ളൂ. നാളേക്ക് പൂനുള്ളുമുണ്ണികൾ ഘോഷിച്ചു. മാലോകരെല്ലാരും ഒന്നുപോലെ. മാലോകരെല്ലാരും ഒന്നുപോലെ. മാലോകരെല്ലാരും ഒന്നുപോലെ. നന്ദി, നമസ്കാരം. Thank you so much, Pavitra. What a wonderful performance. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൊണ്ട് നമ്മുടെ സർഗലീല ഉദ്ഘാടനം ചെയ്യുന്നതിനായി TCIയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫെസിലിറ്റേറ്ററും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷ് പ്രൊഫസറുമായിരുന്ന ഡോക്ടർ തോമസ് ഏബ്രഹാം സാറിനെ ക്ഷണിക്കുന്നു. അഭിവന്യനായ മുളമൂട്ടിലച്ചൻ കേരളത്തിന് വലിയൊരു ആശ്വാസവും പ്രതീക്ഷയുമായി കുഞ്ഞുങ്ങളുടെ പരിശീലനത്തിൽ നേതൃത്വം കൊടുക്കുന്ന ജോസഫ് സാർ, ലീല സ്കൂളിൻ്റെ ഡയറക്ടർ ലിസ്യു, പ്രിയമുള്ള അധ്യാപകരെ, മാതാപിതാക്കളെ, കൊച്ചുകുട്ടികളെ, സർഗലീല എന്നുള്ള ഈ വാക്കാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ഒരു സെൻറ്റൻസ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു ഇന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ സെൻറ്റൻസ് ഒരു അമേരിക്കയിൽ യോഗയുടെ സാമഗ്രികൾ, യോഗ മാറ്റ് പോലെയുള്ളവ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു അമേരിക്കക്കാരൻ പറഞ്ഞ ഒരു സെൻറ്റൻസാണ്. അദ്ദേഹം അല്പം സംസ്കൃതമൊക്കെ പഠിച്ചിട്ടുണ്ട്. എവിടെ ഒരുവൻ്റെ ലീലയും കർമ്മവും സന്ധിക്കുന്നുവോ അവിടെയാണ് ധർമ്മം കണ്ടെത്തപ്പെടുന്നത് എന്ന്. ഈ മനോഹരമായ, ഞാൻ അടുത്ത കാലത്ത് ഇത്രയും
സുന്ദരമായ ഒരു ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല. ഇവിടെ നടക്കുന്നതെല്ലാം ഞാൻ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ലേണിംഗ് ജേണലിൽ ഈ മഹത് കർമ്മം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. താങ്ക് യു. അടുത്തതായി അസോസിയേഷൻ ഫോർ ലേണിംഗ് ഡിസബിലിറ്റീസ് ഇന്ത്യ ആൽഡിയുടെ ഫൗണ്ടർ ഡയറക്ടറും നിന്റെ കുഞ്ഞിനെ നീ അറിയുമോ എന്ന റെവല്യൂഷണറി ആയ പുസ്തകത്തിൻ്റെ രചയിതാവുമായ നമ്മുടെ എല്ലാവരുടെയും ലീല സ്കൂളിൻ്റെയും സ്വന്തമായ വി ജോസഫ് സർ, നമ്മുടെ ജോസഫ് മാഷിനെ ഉദ്ഘാടന പ്രസംഗത്തിനായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു എറിൻ. ഉദ്ഘാടന പ്രസംഗമായിരിക്കില്ല, ആശംസാ പ്രസംഗമായിരിക്കും. തെറ്റി പറഞ്ഞതായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാവരും ഇരിക്കുന്നത് ഒരുപാട് പ്രതിഭാസങ്ങളുടെ സാമീപ്യത്തിലാണ്. ഇപ്പം മുളമൂട്ടിലച്ചൻ്റെ ഒരു പ്രൊഫൈൽ നമ്മൾ വായിച്ചപ്പോൾ മനസ്സിലായി മുളമൂട്ടിലച്ചൻ ഒരുപക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആവേണ്ട ഒരാളായിരുന്നു. അതുപോലെ ഉള്ള ഒരു പ്രൊഫൈലാണ്. അതുപോലെ നമുക്കറിയാം തോമസ് എബ്രഹാം സാറ് U3A തുടങ്ങിയ വളരെ വിപ്ലവകരമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ മനുഷ്യർ തിരിഞ്ഞു നോക്കാത്ത മേഖലകളിലേക്ക് വെളിച്ചം കൊടുക്കുന്ന ഒരു വലിയ മഹാനാണ്. ഇവിടെ നോക്കുമ്പോൾ ഇതിലുള്ളവർ മുഴുവൻ മാത്യൂസ്, ഓരോരുത്തരുടെയും പ്രൊഫൈലുകൾ, ലിസ്യു, പവിത്ര, കൃഷ്ണശർമ്മ, ഇവിടെ എല്ലാം സംഭവങ്ങളാണ്. ഇവിടെ ഇരിക്കുന്ന ഒരു കൂട്ടം സംഭവങ്ങളാണ്. ചിലരൊക്കെ അവരുടെ പ്രതിഭകൾ സമൂഹത്തിൽ തെളിയിച്ചു കഴിഞ്ഞവരാണ്. ചിലരൊക്കെ ഇനി തെളിയിക്കാൻ ഇരിക്കുന്നവരാണ്. ഒരുപാട് കാലത്തെ ഒരുക്കത്തിന് ശേഷമാണ് സ്കൂൾ എന്നൊരു ആശയമായിട്ട് ലിസ്യു വരുന്നത്. എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ നീണ്ടൊരു പ്രഭാഷണം നടത്തുന്നില്ല, കുട്ടികളുടെ പരിപാടികളൊക്കെ ഉണ്ട്. ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു കഥയാണ്. ഒരു പന്നൽ ചെടിയും ഒരു മുളയും ഒരുമിച്ച് നട്ട സാധനങ്ങളായിരുന്നു. പന്നൽ ചെടി ദിവസവും ദിവസവും വളർന്നു വരികയാണ്. മുള ഒരു വർഷമായിട്ടും അടുത്ത ഒരു നാമ്പെടുത്തില്ല. മുള ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ വളരുന്നില്ല, പന്നൽ ചെടി ഇതാ വളർന്നു വലുതാവുന്നു. പക്ഷെ ആദ്യത്തെ 5 വർഷം മുള അതിൻ്റെ വേരുകളൊക്കെ താഴേക്ക് ഇറക്കായിരുന്നു. പിന്നെ ഒറ്റ വർഷക്കാലം കൊണ്ട് മുള ഏകദേശം 10-15 മീറ്റർ ഉയരത്തിൽ വളർന്നു കഴിഞ്ഞു. പിന്നെ ഒരു മുളം കാടായി തീർന്നു. അതുപോലെ ഒരുപാട് എക്സ്പീരിയൻസുകളുടെ എന്താ പറയുക ആകത്തുകയാണ് വാസ്തവത്തിലെ ലീല സ്കൂൾ. മാത്യൂസ് ആണെങ്കിലും ഇവിടെയുള്ള ഓരോ ടീച്ചേഴ്സാണെങ്കിലും ഒരുപക്ഷെ ഒരു 95 മുതലൊക്കെ തുടങ്ങിയ പരിശീലനം ആണ് ലിസ്റ്റിയൊക്കെ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. അവസാനം അത് നമ്മളിപ്പോൾ റിപ്പോർട്ട് വായിച്ചപ്പോൾ നമ്മൾ കണ്ടു, ഒരു 10,000 കുട്ടികൾ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി കോളേജിൽ നടത്തേണ്ട അത്രയും പ്രവർത്തനങ്ങൾ ഈ ലീല സ്കൂളിൻ്റെ റിപ്പോർട്ടിൽ ഉണ്ട്. വാസ്തവത്തിലൊരു കുട്ടിയുടെ IQ വളർത്തുന്നത് അല്ലെങ്കിൽ ജീവിത വിജയത്തിനെ അവരെ പ്രാപ്തമാക്കുന്നവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്. ഇവിടെ ഇരുന്ന് വായിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. എനിക്ക് ഓർമ്മ വരുന്നത് ഒരു 2000-ലോ 2002-ലോ മറ്റോ കോട്ടയത്ത് തന്നെ നടത്തിയ ഒരു സ്ഥിരമായിട്ട് മാസം തോറും നടത്താറുള്ളൊരു പാരൻസിൻ്റെ ക്ലാസ്സിൽ വന്നൊരു അമ്മയാണ്. ഈ അമ്മ എന്നോടൊരു ദിവസം പറഞ്ഞു, മാഷെ ഞാൻ പേസ് മേക്കർ വെച്ചിട്ടാണ് ജീവിക്കുന്നത്, എനിക്ക് പക്ഷെ മരിക്കാൻ കഴിയില്ല. ചോദിച്ചു എന്തേ? കാരണം എൻ്റെ മോളൊരു ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ്, ഇൻ്റലക്ച്വലി ചലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടിയാണ്. അവളിപ്പോൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഹിസ്റ്ററി 2nd ഇയർ പഠിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ സ്ക്രൈബിനെ വെച്ച് എഴുതി, പ്രീ ഡിഗ്രിക്ക് സ്ക്രൈബിനെ വെച്ച് എഴുതി, ഡിഗ്രിക്ക് സ്ക്രൈബിനെ വെച്ച് എഴുതി, ഇപ്പോൾ PG പഠിക്കുന്നു. എൻ്റെ വലിയ വിഷമം ഇനി അവളെ PG കഴിഞ്ഞാൽ എവിടെ എൻഗേജ് ചെയ്യും എന്നുള്ളതാണ്. ഞാൻ ചോദിച്ചു, അപ്പോൾ നിങ്ങൾക്ക് മരിക്കാൻ എന്താ ബുദ്ധിമുട്ട്? അവർ പറഞ്ഞു, എൻ്റെ മോൾക്ക് ഇപ്പോഴും ഞാൻ മിക്സിയിൽ ഭക്ഷണം അടിച്ച് കോരി കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ ടോയ്ലറ്റിങ്ങോ ഭക്ഷണം കഴിക്കുന്നതോ ഒന്നും ഈ കുട്ടി പഠിച്ചിട്ടില്ല. ആ കുട്ടി 23-24 വയസ്സായി. ശരിക്കും കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ജീവിതമാണ്. അവർ മറന്നുപോയി. ഇനി അത് പഠിപ്പിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഒരുപക്ഷെ കിട്ടുകയില്ലായിരിക്കാം. ഇവിടെ നമ്മൾ ലീല സ്കൂളിൽ അക്കാഡമിക്സിനേക്കാളും അല്ലെങ്കിൽ അതിനേക്കാളും ഒരു
തൃശ്ശൂരൊക്കെ പറയുന്ന പോലെ ഒരു പണത്തൂക്കം മുന്നേ ജീവിതമാണ് വാസ്തവത്തിലൂടെ പഠിക്കുന്നത്, അനുഭവങ്ങളിലൂടെയാണ് പഠിക്കുന്നത്. ഇത് ഈ കുട്ടികളെയൊക്കെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ഒന്നാം നിരയിലെത്തിക്കും. അതുമൂലം ഇവരുടെ മാതാപിതാക്കളൊക്കെ അറിയപ്പെടും. ഞാൻ ഒരുപാട് നീട്ടുന്നില്ല. നിങ്ങൾ കാണാൻ പോകുന്ന പൂരം കഴിഞ്ഞ കൊല്ലം കണ്ടതാണ്. എങ്ങനെയാണ് ഇടതടവില്ലാതെ 2 മണിക്കൂറോളം കുട്ടികൾ പെർഫോം ചെയ്തതെന്നുള്ളത്. ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ പഠിപ്പിക്കുമ്പോഴാണ് കുട്ടികൾ ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് വരുന്നതും അവരുടെ ബുദ്ധിശക്തിയും ബാക്കി ശേഷികളും വളരുന്നു. അതിന് വേണ്ടത്ര അനുഭവങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. എല്ലാ പരിശ്രമങ്ങളും ലിസ്യുവിൻ്റെയും ഈ ടീമിൻ്റെയും എല്ലാ പരിശ്രമങ്ങളും, ലിസ്യുവിൻ്റെ ടീമിൽ എന്തായാലും ലിസ്യു മാതാപിതാക്കളെ കൂടി എല്ലായ്പ്പോഴും ഉൾപ്പെടുത്താറുണ്ട്. ഈ ടീമിനെ, ലിസ്യുവിനും ടീമിനും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. എല്ലാ കുഞ്ഞുങ്ങളും വളരട്ടെ, വലുതാവട്ടെ, അവരുടെ വ്യക്തിമുദ്രകൾ ജീവിതത്തിൽ പതിപ്പിക്കട്ടെ. സമഗ്രമായിട്ടുള്ള ഒരു ജീവിത വിജയം എല്ലാവർക്കും ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി. നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ്. എൻ്റെ ശിക്ഷണത്തിൽ മൃദംഗം അഭ്യസിക്കുന്ന പവിത്ര, വേദസ്, വേദജിത്ത്, കൃഷ്ണദേവ്, കൃഷ്ണശർമ്മ എന്നിവരെ കഴിഞ്ഞ 1 വർഷം കൊണ്ട് അവർ പഠിച്ച ബാലപാഠങ്ങൾ അവതരിപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു.
ഭാരതത്തിൽ പിറവിയെടുത്ത കവികളിൽ എന്തുകൊണ്ടും അഗ്രണ്യനാണ് കാളിദാസൻ. അദ്ദേഹത്തിൻ്റെ ജന്മദേശത്തെക്കുറിച്ചോ വ്യക്തി ജീവിതത്തെക്കുറിച്ചോ നമുക്ക് വളരെ കുറച്ച് മാത്രമേ അറിയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ലോക പ്രശസ്തമായ സാഹിത്യകൃതികളിലൂടെ അദ്ദേഹം അമരത്വം ഇപ്പോൾ പ്രാപിച്ചിട്ടുണ്ട്. AD 5-ാം നൂറ്റാണ്ടിനോട് അടുപ്പിച്ച് ഉജ്ജയിനിയിലെ വിക്രമാദിത്യ സദസ്സിലെ അംഗമായിരുന്നു കാളിദാസൻ എന്നാണ് കരുതപ്പെടുന്നത്. ബാല്യകൗമാരങ്ങളിൽ വേണ്ടത്ര ബുദ്ധി വളർച്ച ഇല്ലാതിരുന്നു എങ്കിലും മഹാകാളിയെ ഉപാസിച്ച് അനുഗ്രഹം വാങ്ങി പ്രശസ്തനായ കവിയായി മാറി എന്നാണ് പറയപ്പെടുന്നത്. ദേവിയോടുള്ള ബഹുമാനം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് കാളിദാസൻ എന്ന പേര് സ്വീകരിച്ചത് എന്നും ഒരു വിശ്വാസമുണ്ട്. ദേവിയുടെ അനുഗ്രഹം വാങ്ങി സ്വഗ്രഹത്തിൽ മടങ്ങിയെത്തിയ കാളിദാസനോട് അസ്തി കശ്ചിത് വാക് വിശേഷ എന്ന എന്തെങ്കിലും ജ്ഞാനം കയ്യിലുണ്ടോ എന്ന് പണ്ഡിതയായ ഭാര്യ ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് മറുപടിയായി അസ്തി കശ്ചിത് വാക് എന്നീ 3 വാക്കുകൾ കൊണ്ട് ആരംഭിക്കുന്ന 3 മഹത് കൃതികൾ അദ്ദേഹം രചിച്ചു. അവയാണ് കുമാരസംഭവം, മേഘദൂത്, രഘുവംശം. കുമാരസംഭവത്തിൽ അസ്ഥിത്തരസ്യാം ദിശി ദേവതാത്മ എന്നും കശ്ചിത് വാക് വിരഹ ഗുണരുണ എന്നു മേഘദൂതിലും വാഗ്ധർത്ഥ വിവ സംപൃക്തോ എന്ന് രഘുവംശത്തിലും. കാളിദാസന്റെ മുഖ്യകൃതികളിൽ പെടുന്നവയാണ് മേഘസന്ദേശം എന്ന സന്ദേശകാവ്യം, രഘുവംശം, കുമാരസംഭവം എന്നീ മഹാകാവ്യങ്ങളും അഭിജ്ഞാന ശാകുന്തളം, മാളവികാഗ്നിമിത്രം, വിക്രമോർമേഷീയം എന്നീ നാടകങ്ങളും ഋതുസംഹാരം എന്ന ലഘുകാവ്യവും. എല്ലാ കൃതികളും സംസ്കൃതത്തിൽ രചിക്കപ്പെട്ടവയാണ്. മനോഹര വർണ്ണനകൾ കൊണ്ടും അതിശയിപ്പിക്കുന്ന ഉപമകൾ കൊണ്ടും സമ്പുഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. കാളിദാസ കൃതികളിൽ നിന്നുള്ള ഏതാനും ശ്ലോകങ്ങളാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഗണനാം പ്രസംഗി കനിഷ്ഠികാധിഷ്ഠിത കാളിദാസഃ അദ്യാപി തത്തുല്യ കവേരഭാവാത് അനാമിക സാർത്ഥത നാമധേയ. അഭിക്രിയാർത്ഥം സുലഭം സമിത്കുശം ജലാന്യഭി സ്നാന വിധിക്ഷമണിതേ അപി സ്വശക്ത്യ തപസി പ്രവർത്തസേ ശരീരമാദ്യം ഖലു ധർമ്മസാധനം. അസ്ത്യുത്തരസ്യാം ദിശി ദേവതാത്മ ഹിമാലയോ നാമ നഗാധിരജ പൂർവാപര വാരിനിധിവ ഗാഹ്യ പൃഥിവ്യ ഇവ മാനദണ്ഡഃ. പുരാണമെത്യവ ന സാധു സർവം നാചാപി കാവ്യം നവമിത്യവദ്യം സന്ത പരീക്ഷാനതരൽ ഭജന്തെ മൂഢ പരപ്രത്യനയ ബുദ്ധി. സഞ്ചാരിണി ദീപശിഖേവരാത്ര യം യം വൃത്തിയായ പതിവരാസ നരേണ്ട മാർഗ ഇവ പ്രഭേദ വിവർണ ഭാവസാസ ഭൂമിപാലഃ. താങ്ക് യു. നിഷ്കമ്പ വൃക്ഷ നിബദ്ധ ദുരേഭം മൂകാണ്ഡജ ശാന്തമിക പ്രചാരം സച്ചാസനാൻ മാവനമേവ സർവം ചിത്രപിതാരംഭമിവാവദസ്തേ. തം തം ശ്രീവാസം കടനോട് കടനെ തം തം ശ്രീവാസം നഗരോപ കടനെ തഥാ ബാലുട ഗുരുപഹർഷ്യ പ്രത്യക്ഷഗാമ കൃതകൈഷി കേന്ദ്ര ചന്ദ്ര പ്രവർത്തോമി മാറ്റി. കൗശിയേന ശൈലേ ശീതീശ്വരോ രാമാമധ്വര വിദാതശാന്തേ ദ്വാദപക്ഷമേധരമേധയാ ചിന്ത തേജസ്സാം ഹിനവയ. കുവലയദളിനിയിലായിരുന്നതൈ സ്തോയനിമ്രേർ മൃദുപാവന വിധൂതൈർ മന്ദം മന്ദം ചലദ്ഭി അപഹൃതമിവ ചേതസ്തോയതൈ നേത്രചാപൈ പതികജന വധൂനാം തദ്വിയോഗാകുലാനാം. അവസ്തിനവായോ വിത്തം വിത്തലാജിയൻ പൗരോചിതം ത്രിപാദത്തെ മധ്യയോചിതം തീനൈ മധ്യേ ഇവ ചുരേതം. താങ്ക് യു. ഇവർ മലയാളത്തിനും ഇംഗ്ലീഷിനും ഹിന്ദിക്കും പുറമേ പഠിക്കുന്ന ഒരു ഭാഷയാണ് സംസ്കൃതം. സംസ്കൃതത്തിൽ ഞങ്ങൾക്ക് ഇത്രയും നല്ല അക്ഷര ശ്ലോകങ്ങൾ ചൊല്ലിത്തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ആർട്സ് ഫെസ്റ്റിൽ സമ്മാനാർഹമായ ഹിന്ദി പ്രസംഗം അടുത്തതായി അവതരിപ്പിക്കുന്നതിന് കൃഷ്ണ ശർമ്മയെ आदरणीय अध्यापकों और मेरे प्रिय दोस्तों, सबको मेरे प्रणाम. भारतीय कानून में महिलाओं को 11 अलग अलग अधिकार मिले हैं.
इसमें लैंगिक समानता हो या नौकरी चाकरी में पुरुषों की बराबर की हिस्सेदारी, गरिमा और शालीनता जीने था, ऑफिस दफ्तर में उत्पीड़न से सुरक्षा आदि इसमें प्रदान है। किसी नामदाजी महिला तो पुरुषी बराबरी में सैलरी देना का अधिकार है। किसी मामले में महिला आरोपी है, उसके साथ कोई मेडिकल परीक्षण हो रहा है तो ताम किसी दूसरी मौजूदी में ही होना चाहिए। यह है गरिमा और शालीनता का अधिकार। अदला है घरेलू हिंसा के अधिकार। इसमें महिला पत्नी, लिव इन पार्टनर या किसी ताम किसी दूसरी महिला तो मौजूदी में भी होना चाहिए। अदला प्रधान अधिकार है पहचान जाहिर करने का अधिकार। किसी निजात का अधिकार सुरक्षा प्रदान से दर्ज है। मुफ्त मदद की कानूनी में अधिकार है। धन्यवाद. NIOS സയൻസ് ഫെസ്റ്റിൽ ലഭിച്ച സർട്ടിഫിക്കറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിനായി തോമസ് എബ്രഹാം സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. Two dance sequences by our very own Leela Kuttis. They are not ready. They are not ready. I'm going to give them some time, okay? Chiri samay avarku kodukam. They have to change and they have to come back. Báilame como si fuera la última vez y enséñame ese pasito que no sé, un besito bien suavecito, bebé. Taqui taqui, taqui taqui rumba. Si fuera la última vez y enséñame ese pasito que no sé, un besito bien suavecito, bebé. Taqui taqui, taqui taqui, taqui taqui. Eres un besito o un aquí, una explota como Nagasaki. Prende los motores Kawasaki, en la discota Jenny llegaron los Anunnaki. No le baje, el puri sobresale de tu traje. No trajo panticito pa' que el nene no trabaje. Es que yo me sé lo que ella cree que ya se sabe. Cuenta que no quiere pero me tiene espionaje. El puri sobresale de tu traje. No trajo panticito pa' que el nene no trabaje. Es que yo me sé lo que ella cree que ya se sabe. Cuenta que no quiere pero me tiene espionaje. Báilame como si fuera la última vez y enséñame ese pasito que no sé, un besito bien suavecito, bebé. Taqui taqui, taqui taqui rumba. Somebody down, I gon' get bone. Give it, 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 like somebody down, I gon' get bone. Give it, 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 give it. The book is on the it's a little bit different, man. The double MP4 have an LP. It's a little bit different, man. Una mano.
ചെയ്യ 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 Machacho, machacho, machacho. Annabella Kanjai, Ella Namma Farin Wing, Unbear on the number of Sally, Dinam 7 Asakana Ariting, the Bisay Ella reporting, coffee shop at the like a lyric body. അടുത്തതായി മലയാളം പ്രസംഗമാണ്. അതിന് NIOS ഡിസ്ട്രിക്ട് ആർട്സ് ഫെസ്റ്റിൽ സമ്മാനാർഹമായ മലയാളം പ്രസംഗം അവതരിപ്പിക്കുന്നതിനായി വേദസിവിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മുമ്പുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിനെ കുറിച്ച് ചിന്തിച്ചാലോ? അവർണരായ, അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് റോഡിൽ കൂടി സഞ്ചരിക്കാൻ സാധ്യമല്ലാതിരുന്ന ഒരു കാലഘട്ടം. അതെ, താഴ്ന്ന ജാതിക്കാർക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന ഒരു കാലം. ആ കാലഘട്ടത്തിലെ അനാചാരങ്ങൾക്കെതിരെ പടപൊരുതിയ ഒരു മഹാൻ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് മഹാത്മാ അയ്യങ്കാളി. തിരുവനന്തപുരത്ത് വെങ്ങാനൂർ ഗ്രാമത്തിൽ കൊല്ലവർഷം 1809 ചിങ്ങം 14 അയ്യന്റെയും മാലയുടെയും മകനായി അയ്യങ്കാളി ജനിച്ചു.
താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി ശബ്ദമുയർത്തിയ കാളിയെ എല്ലാവരും ആദരവോടെ അയ്യങ്കാളി എന്ന് വിളിച്ചു. കൃഷി ചെയ്യാനുള്ള യന്ത്രമായി ജന്മിക്കൽ കണ്ടിരുന്ന താഴ്ന്ന ജാതിക്കാരുടെ അഭിമാനത്തെ ഉണർത്തിയത് മഹാത്മാ അയ്യങ്കാളിയാണ്. 1907 സാധുജന പരിപാലന സംഘം രൂപീകരിച്ചുകൊണ്ടാണ് അയ്യങ്കാളി തന്റെ വിപ്ലവ ജീവിതം ആരംഭിച്ചത്. സ്ത്രീകൾക്ക് വേണ്ടി നടത്തിയ കല്ലുമാല സമരവും താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി വിദ്യാഭ്യാസം നേടിയെടുക്കാനുള്ള പ്രക്ഷോഭങ്ങളും കേരള ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ടവയാണ്. അന്ന് എഴുതിയ ആ അക്ഷരത്തിന്റെ പകിട്ടാണ് ഇന്ന് എവിടെയും കയറി ചെല്ലാനും അഭിപ്രായം പറയാനുള്ള അവസരവും വിദ്യാഭ്യാസ സമത്വവും പ്രാപ്തമാക്കിയത്. ഇന്ന് ഈ വേദിയിലേക്ക് ഈ വഴിയിലൂടെ കടന്നു വരാൻ അവസരമൊരുക്കിയത്. ഇന്നും അസമത്വങ്ങളും അനാചാരങ്ങളും ഉണ്ടാവുന്ന സാഹചര്യങ്ങളെ നേരിടാൻ മഹാത്മാ അയ്യങ്കാളി നമുക്ക് പ്രചോദനമേകട്ടെ. നന്ദി, നമസ്കാരം. Little Ant in Wonderland. In a spark of thoughtful, little Ant decided to go for a solo trip to see the land around him. He was very curious to explore new places, things, and wished to see different animals, birds, plants, etc. in its ecosystem. He heard so many adventurous stories from his grandpa and grandma. Hey friends! Do you know what I'm going to do the next day? No. What are you going to do? Please tell us your plan. Are you interested in exploring the Wonderland? Wonderland? What is it? The Wonderland is full of beautiful views. Please tell us your plan. Quiet please. Okay, we will sit around you. Come on, everyone, take your seat. I have a dream. You have a dream? I want to explore the world around us. It is full of wonders. I am afraid of anteaters. We are not safe alone. My mom won't let me to roam around. I will be busy with my toys. I have no time to waste. I would like to play your toys. I did want to. I don't want to be a traveler. Hey guys, it's okay if you're not interested. But surely you will miss a lot. Even though, will you share what are your expectations of visual around us? There will be humans, trees, birds, insects, flowers, plants. I can put words enough for that. That will be so much beautiful. That I'm very much sure. My mom said there are traps and hunters like insects, birds, wisps. So what? We should manage those difficulties. Don't you remember what our grandfather said? He said us to be confident, adventurous and consistent. I am following his words. Bye. See you. Bye. See you. Best wishes. His friends stood stunned as he walked away with a bag and a stick. While walking, he saw a group of sparrows flying here and there and landing to pick something from the ground. Some are searching for something. Hey birds. Wait. Who are you? We are parrots from Israel, coming to our food from Gaza. And who are you? I am Little Ant, a traveler. Another one came forward to eat him. He jumped backward and screamed. No. No.
The bird leader said, Reverend. "This is not your food. This is your friend." Where are you going, Tittival? I'm on my way to see the Wonderland. And so the ant continued his journey away from the birds. Bye. Little ant walked alone and got tired. He started yawning. He looked around and found a tree base. He sat there and then he lay down. He looked up and saw the sun through the leaves. Slowly he slipped into deep sleep. Few parrots flew from the field with stalk of paddy and sat on the tree. They started eating paddy, making tick-tick sounds. Suddenly, a single paddy fell on his body. My God, somebody hit me. He looked around. Nobody was there. He heard the chirping of parrots and he looked up. The parrots, upon hearing the squeaky sound of an ant, said, "Oh, ant, are you alone? Where is your group?" I'm traveling to see the world. Okay, have you had your food? No. No? Then have it. What is this? This is paddy. We got it from the golden field. And how can I eat this? Open the bran and have it, and this is rice. He tried to remove the bran but failed. I can't open it. The parrots flew down and opened the paddy and gave it to him. Oh, this is very sweet and tasty. Could you please take me to the field? To the field? Why not? To taste to the field. The little ant jumped over his back and the parrot started to the field. Is that the sea? It's the wind tickling the paddy. Have you ever went to the sea? No, my grandfather showed the movement of the sea when I was little. Oh, great. He flew down to pick the paddy. Thank you, Babas. I'm afraid of landing by now. See you later. He gets off at the paddy field. The little ant started walking through the edges of the field. Oh, the sun is burning me. I'm getting fried. I can't move a step more. The little ant fainted and fell on the back of a tortoise. The tortoise is just arriving, and the ant fell on the tortoise again. The tortoise took him to the shade of the mango tree in the middle of the field. After some time, the little ant got conscious and he cried, Mama, where am I? Your mom is not here. I got it from the field. Now you are safe. Have this chewy leaf. The tortoise gave him a cricket leg. Thank you, Uncle. If you have any need, call me. I am there for you. Okay, take rest. All the best. Bye. The little ant sighed and started thinking. If I had wings, I could fly high sky and move like a kite. In between his thoughts, the little ant fell asleep and he started dreaming. Suddenly, he got up, surprised. He had grown wings. He looked sidewise. Those were small wings, not big wings. And it was growing. He tried to flap the wings. Hey, I can fly.
I can fly high sky and move like a kite. What is these crows doing here? Oh, they must be picking the fishes from the shore. The land, is it glazing? Is it gold? Oh no, it's the real waves, the sea waves. Sure, that will hit the crow. He closed his eyes and he blinked in no time. Hey, the clouds have also wings. That's why they fly. He landed on the shore. Something was stuck on his leg. What is this? And who are you? A young girl. I am Crab. Where do you live? In between rocks. Why? Then are you here then? I am trying to catch a few rays. Why? Till now, we are working hard in the sea. I want to dug up for the next hunting. Could you please take me to the sea? Okay, at your risk. And Okay, so, I'm ready. and so the crab and the little ant, they started swimming. And the little ant said, What is this one? That That is a jellyfish. what has it on his back? He always sold it in his house on his back. the little ant found it very interesting. Oh, it's very interesting. Do you see that? What? That dancing one? Yes, that is a jellyfish. Who is this beautiful horse person? It's a seahorse. Oh, fishes, fishy, fishy. Don't go for. They will disappear within seconds when the hunters arrive. Hunters? The crab explained. Many hunters in the way. Seaway. The crab explained that there are so many hunters in the sea world. Please tell me more. Sharks, whales, humans, etc. Sharks and whales live in the sea and humans in the land. From land? Yes, they will hunt everyone is to eat. They plant vegetables and fruits. We did tell them as super hunters, these humans. Yes, they are hunting everyone and destroying the harmony of earth. I think they didn't of nature. They don't move with the law of nature, and so they have discovered. Swim, swim! The hunters are here. Ah! Absolute chaos ensued. Oh my God! Tortoise, help me! The tortoise came rushing and saved him from the shark. And suddenly, the little ant was jolted awake. Ah! Why this is so? I can't see anything. I have lost my vision. He touched his hands and tried to fly. My wings. Oh, it's night. It was all a dream. He realized that he was just having a dream. Suddenly, he heard a sound and looked around. One frog had jumped in front of him. The frog will jump in front of him.
The Who frog are you? The frogs arrived, and the little ant said, Who are you? I am Greed Froggy. What are you doing here, tiny creature? I am traveling to see the world. Where do you live? Under the rocks, under the mud, or under the dry place. We need wetness. Okay. Are you night hunters? Yes, sure. Make we wouldn't when we aren't hunting. The frog explained that they wouldn't make any noises when they are hunting. Oh, new information. The frog also explained They can identify and fireflies. that they hunt flies like dragonfly, mosquitoes, and fireflies. How can you eat fire? No. Fireflies. I will show them. Look at that shiny tree. Oh, that one? Beautiful, marvelous. I hadn't even thought of such a view when I started. Bye, froggies. I could reach home in morning if I start now. And so, Little Ant's adventures came to an end with his magnificent viewing of the fireflies on the tree, the shining tree as they called it. And so his sparrows came and he flew away home with them. Thank you. കുറച്ച് സാമാന്യം ദീർഘമായിട്ടുള്ളൊരു പ്ലേ ഇവരെല്ലാവരും ഓർമ്മിച്ച് വെച്ച് ഇവിടെ പ്രസൻറ്റ് ചെയ്തു. സോ നമ്മൾ വലിയ ഇൻ്റർനാഷണൽ സ്കൂളുകളിലൊക്കെ കാണുന്ന പോലെ ഉള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരു കാര്യമുണ്ട്. നമ്മുടെ കഥകൾ കുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനൊരു കണ്ടിന്യൂം ഉണ്ട്, ഒരു തുടർച്ചയോട് കൂടിയിട്ടാണ്. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക്. ഈ റോൾ പ്ലേയുടെ പ്രസക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ സ്പീച്ചും കമ്മ്യൂണിക്കേഷനും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വാസ്തവത്തിൽ ഈ റോൾ പ്ലേ പ്രസൻറ്റ് ചെയ്യുന്നതിലല്ല, അതിൻ്റെ റിഹേഴ്സലിലാണ് വാസ്തവത്തിൽ കാര്യമിരിക്കുന്നത്. അപ്പോൾ കുട്ടികളെ ലാംഗ്വേജ് പഠിപ്പിക്കാനുള്ള, പ്രത്യേകിച്ച് ഈ കുട്ടികളിൽ പലരും കഴിഞ്ഞ വർഷത്തെ ഈ പ്രോഗ്രാമിനെ സംസാരിക്കാത്ത കുട്ടികളായിരുന്നു. ദാറ്റ് ഷുഡ് ബി നോട്ടഡ്. സംസാരിക്കാത്ത കുട്ടികൾ ഒരുപാട് സ്പീച്ച് തെറപ്പികൾക്കും കാര്യങ്ങൾക്കൊക്കെ പോയിട്ട് ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത പല കുട്ടികളുമാണ് ഇപ്പം നമുക്കിവിടെ അവരുടെ സ്വന്തം ശബ്ദത്തിൽ സംസാരിച്ച് കേട്ടത്. അതിൻ്റെ ഭാഗം നമ്മൾ ഇവരുടെ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. ഒന്ന്, ഏതൊരു ഓർഗനൈസേഷനിലും ഇൻസ്റ്റിറ്റ്യൂഷനിലും ഇവർ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ 4 സ്റ്റേജസ് നമ്മൾ പറയും. ഒന്ന്, ഈ കുട്ടികളുടെ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഉള്ള ഒരു ഫെമിലറൈസേഷൻ ഓഫ് ദ പ്ലേസ്. ആദ്യം നമ്മൾ ആ സ്ഥലം കൊണ്ടുപോയിട്ട് കാണിക്കുന്നു, ആ സ്ഥലത്തിനെ പരിചയപ്പെടുത്തുന്നു. രണ്ടാമത്തെ ഫെമിലറൈസേഷൻ ഓഫ് ദ പീപ്പിൾ, അവിടുത്തെ ആളുകളെ, അവരായിട്ട് പ്രത്യേകമായിട്ട് ബന്ധപ്പെടുന്ന നിസ്സാരമായിട്ട് നമ്മൾ മാറ്റി നിർത്തുന്ന ആളുകളെ ഫെമിലറൈസ് ചെയ്യുന്നു. മൂന്നാമത്തെ ഘട്ടം നമ്മൾ പാസീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നൊരു ഭാഗമാണ്. ഈ കുട്ടികളെ നിർബന്ധിച്ചൊന്നും നമ്മൾ സംസാരിപ്പിക്കാനോ നിർബന്ധിച്ചൊന്നും ഈ കാര്യങ്ങളിലേക്ക് ഉൾപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. അങ്ങനെ നടക്കുന്ന ആ കാര്യങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ഈ കുട്ടികളെ വെറുതെ നിർത്തുന്നു, അവരെ അനുഭവത്തിലേക്ക് വരുന്നു. നിങ്ങൾ ആ ഡാൻസിൻ്റെ സമയത്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരിക്കലും അനങ്ങാതെ ഇപ്പുറത്ത് നിന്ന ചില കുട്ടികളൊക്കെ ലിസി പിടിച്ചുകൊണ്ട് അപ്പുറത്ത് നിർത്തുന്നു. കുറച്ച് സ്റ്റിമുലേഷൻ കൊടുക്കുമ്പോൾ അവർ മനസ്സറിഞ്ഞ് ചിരിക്കുന്നു, അവരതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, അവർ കൈകാലുകൾ മൂവ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും.
ഒരു പാസീവ് പാർട്ടിസിപ്പേഷനാണ് നമ്മൾ ആ സമയത്ത് ഇവരുടെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ചെയ്യുന്നത്. എല്ലാ കുട്ടികളും അതിലിങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ മറ്റുള്ള കുട്ടികൾ, അതിന് ഇന്നബിലിറ്റിയുള്ള കുട്ടികൾ, ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, ഇൻഹിബിഷൻസ് ഉള്ള കുട്ടികളൊക്കെ അതിൽ പതിയെ ഉൾച്ചേരുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ബിക്കംസ് 4ാമത്തെ സ്റ്റേജിലേക്ക് വരുന്നു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. ആക്റ്റീവ് പാർട്ടിസിപ്പേഷനാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിലെത്തുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള 3 സ്റ്റേജുകൾ കടന്നിട്ടാണ് ഈ കുട്ടികൾ വരുന്നത്. ഏതൊരു കുട്ടികളുടെയും സ്പെഷ്യൽ നീഡുള്ളതോ ഇല്ലാത്ത കുട്ടികളുടെയും ഉൾച്ചേർക്കലിന്, ഇൻക്ലൂഷന് എടുക്കുന്ന 4 സ്റ്റേജസ് ആണത്. ഇവിടെ നമ്മൾ ജസ്റ്റർ, പോസ്റ്റർ, വൊക്കാബുലറി, ഫേഷ്യൽ എക്സ്പ്രഷൻ, ടോൺ, ഈ 5 കാര്യങ്ങളിലൂടെയാണ് ഒരു മനുഷ്യൻ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈ 5 കാര്യങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവാനാണ് റോൾ പ്ലേ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. പലപ്പോഴും ബിഹേവിയർ മോഡിഫിക്കേഷനൊക്കെ നമ്മളിവിടെ പാരൻസിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പറയാറുള്ളത് വീട്ടിൽ ആ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് അതിലെ ഒരു റോൾ പ്ലേ സ്കിറ്റൊക്കെ ചെയ്യണം. പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ട് നമുക്ക് സമൂഹത്തിൽ അതിനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സമൂഹത്തിലേക്ക് കുട്ടികളെ പലപ്പോഴും നമുക്ക് ധൈര്യത്തോടു കൂടി വിടാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് സാഹചര്യങ്ങൾ, നമ്മൾ അനുഭവങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതിൽ ഈ ഒരു കാര്യം ഇവരുടെ കമ്മ്യൂണിക്കേഷൻ്റെ 13 മേഖലകളെ ഡെവലപ്പ് ചെയ്യാനാണ് റോൾ പ്ലേ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു അരങ്ങേറ്റമാണ് നമ്മൾ കണ്ടത്. ദിസ് ഈസ് എ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ. ഇതെല്ലാ ദിവസവും ക്ലാസ്സിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഇതിന് പ്രത്യേകമായിട്ട് അതിനുവേണ്ടി ഇതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ പ്രത്യേകമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ഇത് കുട്ടികളെ, ഒരുപാട് കുട്ടികളുടെ റിസൾട്ട് ഇതിലാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ പ്രോഗ്രാമിനെ സംസാരിക്കാത്ത ഒരുപാട് കുട്ടികൾ ഈ വർഷം സ്റ്റേജിൽ നമ്മൾ സംസാരിക്കുന്നത് കണ്ടു. അവർ ശ്രദ്ധാപൂർവം മൈക്ക് വാങ്ങിയിട്ട് സംസാരിക്കുന്നത് കണ്ടു. ചിലരൊക്കെ തീരെ പറ്റാത്തവരെ അവർ ചില ജസ്റ്റേഴ്സിലൂടെയെങ്കിലും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കണ്ടു. സോ ഈ റോൾ പ്ലേ ഈസ് എ സോർട്ട് ഓഫ് തെറപ്പി ഈസ് ബീങ് ഡൺ ടു ഇംപ്രൂവ് ഓൾ അവർ ചിൽഡ്രൻ. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി തിരുവല്ല മാക്ഫാസ്റ്റ് കോളേജിൻ്റെ സ്ഥാപകൻ, ഈ റുപ്പയുടെ ഉപജ്ഞാതാവ്, തത്വചിന്തകൻ, ഇൻ ഷോർട്ട് ആൻ ആബ്സല്യൂട്ട് വിഷണറി ആയ മുളമൂട്ടിൽ അച്ഛനെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്നത്തെ ഈ പ്രോഗ്രാം കണ്ടിട്ട് സാധാരണ പലരൊക്കെ പറയുന്നുണ്ടെങ്കിൽ സമ്മിശ്ര വികാരങ്ങളെന്ന് പറഞ്ഞില്ലയോ, അത് യഥാർത്ഥമായിട്ടുണ്ടായത് ഇപ്പോഴാന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് കൃത്യമായിട്ട് ഈ 19 വർഷം മുൻപ് ഡു കിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ടെഡ് ടോക്ക് ഉണ്ട്. അദ്ദേഹം ഒരു വലിയ ഒരു വിദ്യാഭ്യാസ ആളാണ്. അദ്ദേഹത്തിൻ്റെ ടെഡ് ടോക്ക്, അപ്പം ഞാൻ 20 വർഷം മുമ്പ് ഞാൻ ഈ ടെഡ് ടോക്കുകൾ കേൾക്കുന്ന ഒരാളാണ്. അവിടുത്തെ ആദ്യത്തെ ഈ ടോക്കിനകത്ത് സാർപ്പം പറഞ്ഞ ഒരു കാര്യത്തോട് തന്നെയാണ്. അവിടെ തുടങ്ങി അദ്ദേഹം പറയുകയാണ്, അമേരിക്കയിലെ ഡെസേർട്ടിൻ്റെ അങ്ങേറ്റത്ത് ഡെത്ത് വാലി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഡെത്ത് വാലി എന്ന് പറഞ്ഞ സ്ഥലം. ഡെത്ത് വാലി എന്ന് അവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവിടെ പ്രത്യേകിച്ച് മരങ്ങളും ഒന്നും ഇല്ലാത്തൊരു സോണാണ്. അത് അവർ പറഞ്ഞത് 1977 ഒരു മഴ പെയ്തോടെ ഈ ഡെത്ത് വാലിയിൽ മഴ പെയ്ത് അടുത്ത 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ മരങ്ങളല്ല പൂക്കൾ വളരെ ഒരു ചെറിയ ഒരു ഇതായിട്ട് മരങ്ങളാണ്. അപ്പം ഈ ഡെത്ത് വാലി എന്ന് പറയുന്ന സ്ഥലത്ത് ഡെസേർട്ടാണ്. ഒരിക്കലും ഒരു മരങ്ങളും ഒരു വിത്ത് പോലും അവിടെ കാണത്തില്ല. വിത്തൊന്നും കാണത്തില്ലോ, ഉണ്ടെങ്കിലല്ലേ ഒരു പുല്ല് അവിടെ വളരത്തുള്ളൂ. അപ്പം പൂക്കൾ എങ്ങനെ വന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പം എന്ന് പറയുന്നത്, നമ്മൾ ജീവിതത്തിൽ കാണുന്നത് വളരെ ഫിനോമിൻ ആണ്. നമ്മൾ കാഴ്ചയിൽ കാണുക, അത് ഫിനോമിനോളജിയിലും ആദ്യം പറയുന്നതാണ്. ഫിനോമിൻ നമ്മൾ കാണുന്നത്. നമ്മൾ കാണാവുന്നതിനപ്പുറത്തെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പറയും വെർച്വൽ എന്ന് പറയും, അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും അറിയത്തില്ലെന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ പറയും നമ്മുടെ ബ്രെയിൻ തന്നെയാണ്. ബ്രെയിൻ ഈസ്
വെർച്വൽ വേൾഡ്. അപ്പോൾ ഏതാണ്ട് ഒരു 10,000 വർഷം മുൻപ് മനുഷ്യരെല്ലാവരും തന്നെ മൃഗങ്ങൾ തന്നെ ആയിരുന്നു. അതിൽ നിന്ന് നമ്മൾ ഇവോൾവ് ചെയ്ത ആളുകളാണ്. ഇവോൾവ് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾക്ക് കിട്ടിയ ഒരു വലിയ ഗുണമാണ് കൊഗ്നിറ്റീവ് റെവല്യൂഷൻ. പറഞ്ഞാൽ എവല്യൂഷൻ്റെ അകത്ത് നമ്മൾ രക്ഷപ്പെട്ട ഒരു വലിയ പുള്ളികളായത്. സോ വി തിങ്ക് ദാറ്റ് വി ആർ തിങ്കിങ്. നമ്മൾക്ക് ഒരു പ്രത്യേകതയാണ്, മനുഷ്യർക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് മൃഗവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഞാൻ ചിന്തിക്കുന്നു എന്ന് എനിക്ക് ചിന്തിക്കാൻ സാധിക്കും. മൃഗങ്ങൾക്ക് ഒരു ചിന്തയേ ഉള്ളൂ, എല്ലാവർക്കും ചിന്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് മനുഷ്യർക്കുള്ള സാധനം. ഇപ്പം ഞാൻ ഡെത്ത് വാലിയും ഇതുകൂടെ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞത് എന്നെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സാറിപ്പം പറഞ്ഞ കാര്യമാണ്. 1 വർഷം മുമ്പ് ഒന്നും പറയുവാനും ഒന്നും മനസ്സിലാക്കാനും സാധിക്കാത്തതാണ്. ഇവരിൽ നിന്ന് നമുക്കൊന്നും കിട്ടത്തില്ല, ഇതെന്നും ഒരു ലയബിലിറ്റി ആണെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് നമ്മളെല്ലാവരും. അവിടെ നിന്നാണ് നമ്മളിവരെ കാണുന്നത്. ഞാൻ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിശ്ചയം ഇത് ചെയ്തു. എനിക്ക് വളരെ കാലങ്ങളത്തെ അവരെ ഒരു കല്യാണം കഴിച്ച ആ കാലഘട്ടത്തിൽ ഞാൻ ആദ്യമായിട്ട് ഇവരെ കാണുന്നത്. 36 വർഷം ഒരു പാതിരാത്രി ദിവസം ഞാൻ ഇവരുടെ വീട്ടിലെ മാത്യൂസിനെ കാണാനായിട്ട് മുണ്ടക്കയത്ത് അവിടെ ഒരു വീട്ടിൽ ഒരു മഴ, ഭയങ്കര മഴയാണ്. നമ്മൾ സിനിമയിലൊക്കെ പറയുന്ന പോലെ അവിടെ നമ്മൾ വരികയാണ്. ഇവരെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അന്ന് മുതൽ കണ്ടതാണ്. ഇത്രയും കൊല്ലത്തെ ഈ 39 വർഷം എന്ന് പറയുന്നത് ഞാൻ അച്ഛനായിട്ട് ഇപ്പോൾ തന്നെ 45 വർഷമാകും. അപ്പോഴൊക്കെ നമ്മൾ കാണുകയാണ് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള മാത്യൂസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഈ ക്രിയേറ്റിവിറ്റി ലിസിയിലും ഉണ്ടെന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞത്. അന്ന് നമ്മളൊന്ന് കാണാതിരിക്കുന്ന കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ദിവസവും പലപ്പോഴും കാണുമ്പം എന്തെങ്കിലും ഉണ്ട്. എനിക്കിന്നിപ്പോഴേ ഒന്നൊരു പറയാനുള്ളത്, ഇതൊരു വലിയ സ്കൂളാകേണ്ടതാണ്. കാരണം ഈ തിങ്കിങ് ആണ് പ്രധാനപ്പെട്ടത്. ഞാനിന്ന് ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ ലിസിനോട് ചോദിച്ചു, ഇവിടെ നിങ്ങൾക്കൊരു പ്രത്യേക സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, സ്ഥലമില്ല. ഇവിടെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊരു സ്കൂള് ഏതായാലും 1 വർഷമോ 2 വർഷമോ നമുക്ക് സ്കൂൾ ഉണ്ടാക്കണം, സ്ഥലം കണ്ടെത്തണം. സ്ഥലത്തിൻ്റെ കുഴപ്പമല്ല, അത് ആൾക്കാരൊക്കെ ഇതുപോലെ ഞാൻ പറഞ്ഞ ഡെത്ത് വാലി എന്ന് പറഞ്ഞ പോലെ ഒരിക്കലും കാണാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഇത്രയും കൊല്ലം കഴിഞ്ഞതിന് ശേഷം അവിടെ വിത്ത് ഇത്രയും കാലം ഉണ്ടായിരുന്നു എന്നുള്ളത് ആരും അറിഞ്ഞില്ല. പക്ഷെ ഒരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിച്ചു. മഴ പെയ്തപ്പോഴത്തേക്ക് അതെല്ലാം ജീവനായി. എത്ര ഡെത്തിൽ, അതായത് അല്ലെങ്കിൽ എത്ര ഡെസേർട്ട് ആണെങ്കിലും അവിടെ വിത്തുകൾ ഉണ്ട്. അപ്പൊ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നതിനെയാണ് പറയുന്നത്. ക്രിയേറ്റിവിറ്റി ഒരിക്കലും വിചാരിക്കും ഇത് കാണുന്നതിനപ്പുറമാണ്. അത് പ്രത്യേക സാഹചര്യം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് നടക്കും. എനിക്കിന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ള, നിങ്ങൾക്കൊരു ശക്തി തരാനുള്ളത് ഇത് മാത്രമാണ്. നിങ്ങൾ പലപ്പോഴും ഇത് രക്ഷപ്പെടത്തെന്ന് വിചാരിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വലിയ നന്മയിലാണ്ടിരിക്കുന്നത്. നിങ്ങൾ ദിവസവും വിഷമത്തിലും പ്രയാസത്തിലുമാണെങ്കിലും അതിനേക്കാട്ടിൽ കൂടുതലാണ്. എനിക്ക് അതിനേക്കാട്ടിൽ കൂടുതൽ ഇവിടെ വളരെ മിടുക്കരായ കുറച്ച് പേരല്ലാതുണ്ട്. അതൊരു വലിയൊരു തിങ്കിങ് തന്നെയാണ്. അതായത് നമ്മൾ സ്കൂളുകളിലും എല്ലായിടത്തും എല്ലാം സാറിൻ്റെ മെത്തഡോളജി ആണുള്ളത്, എല്ലാവരും ഒന്നിച്ച് വളരണം. ഈ പ്രകൃതിയിലും ഈ സമൂഹത്തിലും നമ്മൾ ഒന്നിച്ച് വളരണമെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ എല്ലാവരെയും മാറ്റുന്നതാണ്. മോൻ ഇന്ന് പ്രസംഗിച്ചപ്പോഴും പറഞ്ഞ പോലെ എല്ലാവരെയും മാറ്റിക്കൊണ്ടിരുന്ന കാലഘട്ടമാണ്. അതിന് വ്യത്യാസം വന്ന് ഇപ്പോഴും നമ്മൾ ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പം ഇവിടെ നമുക്കൊരു ഇൻക്ലൂസീവായിട്ട് നമുക്ക് ഒന്നിച്ച് ഇരിക്കാൻ സാധിക്കുന്ന, അതിന് വിട്ടിരിക്കുന്ന മാതാപിതാക്കളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. എൻ്റെ കുട്ടികളെ എല്ലാവരെയും ഞങ്ങൾ ഓരോ സ്ഥലത്തേറ്റ് വയ്ക്കുന്നു. അവർക്ക് ഓരോ കഴിവാണ് നിൽക്കുന്നത്. അങ്ങനല്ല, എല്ലാവരുടെയും കഴിവ് ഒന്നിച്ച് വളരുന്നതിനാണ്. എനിക്ക് തോന്നുന്നത് അതിനുള്ളതായ ധൈര്യം, അതിനുള്ള നേതൃത്വം. ഞാൻ ടീച്ചേഴ്സിനെ പ്രത്യേകമായിട്ട് നിങ്ങളെ സംബന്ധിച്ച്, നമ്മുടെ സ്ത്രീകളാണ് കൂടുതലും പേരും ഇങ്ങനെയുള്ള സഹനം
എടുക്കുന്നവരെ. എന്നിരുന്നാൽ തന്നെയും നിങ്ങളുടെ ആ ഡെഡിക്കേഷൻ ഞങ്ങൾക്കാർക്കൊന്നും പറയാനില്ല. അതിനൊന്നും ഞങ്ങളൊന്നും പ്രത്യേകിച്ച് അഭിനന്ദിക്കേണ്ട ഒന്നും ആവശ്യമൊന്നുമില്ല. വലിയ ഇതാണ്. പക്ഷേ നിങ്ങളിങ്ങനെ ആഘോഷങ്ങൾ നടത്തണം ഇടയ്ക്കിടയ്ക്കിടയ്ക്ക്. അത് പരീക്ഷ എന്ന് പറഞ്ഞ് ഇതാ പരീക്ഷ, ഈ പരീക്ഷയാണ് എല്ലാ ദിവസവും ഇരിക്കുന്നത്. അല്ലാതെ നമ്മൾ അവസാനം CBSE നിങ്ങൾക്ക് ഈ പരീക്ഷയാണ് ഇതിങ്ങനെ എല്ലാം. ഇതിനെ നമ്മുടെ സമൂഹത്തിൽ ഇതുപോലുള്ള നല്ല റിസോഴ്സ് ഉള്ളവരെ കൊണ്ടുവരണം, ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവരും ഇവരുമായിട്ട് കാണുമ്പോഴാണ് നമ്മുടെ സ്കൂളും വലുതാകുന്നതും. അപ്പോൾ അത് നമുക്ക് കൂടുതൽ വലിയ, ഞാൻ ഈ ടോക്സ് ഇന്ത്യ ചെയ്തത് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഓർത്താണ്, നമുക്ക് ആ കണ്ടെത്തുന്നതിനകത്തൂടെ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ വരും, അവിടെ എല്ലാവരും വരും. അതിന് ഇന്നും നമ്മൾ ലോകമെല്ലാം മോശമായെന്ന് വിചാരിച്ചേക്കേ വേണ്ട. എല്ലാത്തിലും സാധ്യതകൾ ഒരിക്കലും നഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഈ പറയുന്നത്, വർഷങ്ങളോളം മഴ പെയ്യാതെ കിടക്കുന്ന ഒരു സ്ഥലത്ത് ഒരിക്കലും ഒരു പുല്ല് പോലും വരത്തില്ലെന്ന് പറഞ്ഞിടത്ത് അവിടെ 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വളർന്നു വന്നു എന്നുള്ളതാണ് ആ ടെറ്റോക്കിനകത്ത് പറഞ്ഞത്. അദ്ദേഹം എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞതാണ്. അത് ഈ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ടീച്ചേഴ്സിനും നിങ്ങളെയൊക്കെ ആയിരക്കണക്കിന് അഭിവാദനങ്ങൾ നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അടുത്തതായി നമുക്ക് വീണ്ടും ഒരു പവർ പാക്ഡ് ഡാൻസ് പെർഫോമൻസ് ആണുള്ളത്. ഇപ്രാവശ്യം നിങ്ങൾ ഒച്ച ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ വീണ്ടും ഒച്ച ഉണ്ടാക്കേണ്ടി വരും. സോ പ്ലീസ് ക്ലാപ്പ് അലോങ്, പ്ലീസ് ഷൗട്ട്, ഡു whatever you want. हुस्न तेरा तौबा 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 तौबा, हुस्न तेरा तौबा 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 तौबा, हुस्न तेरा तौबा 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 तौबा, हुस्न तेरा तौबा 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 तौबा। ले लिया कुड़ी ने दिल सादा, हाले थोड़ा साफ जा नहीं लगदा इरादा, गुत्त बाड़ी लंबी नहीं रखी है मुट्टे यार ने, है देखदा परांदा नहीं हो देखदा पराडा। फिगर तो लगदी लटीनो, एक बारी दस दो जी इन्ने क्यों शकीनो, कल ही तू इटली तो आई मर जानी ते पर्स तू पेरिस तो मंगाया वैलेंटिनो। हाँ तेनू क्यों ना दिखा, तेरे तो की सिखा, तेरे ते की लिखा, हुस्न तेरा तौबा 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 तौबा, हुस्न तेरा तौबा 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 तौबा, हुस्न तेरा तौबा 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 तौबा, हुस्न तेरा तौबा 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 तौबा। കൈമ കെട്ടിയ പീഞ്ഞെടുക്കും മിൽക്ക് സർബത്ത്, പിന്നെ ബാക്കി വന്ന ചണ്ടി പോലെ ഇല്ല ബർക്കത്ത്, ഓനെ മുന്നപ്പെട്ട ഉണ്ട കൊടുങ്ങും പാഞ്ഞ പാക്കറ്റ്, വെറുതെ തൊള്ളയിറക്കിയ ചള്ള പൊളിയോ നോയിക്കോ മേപ്പെട്ട്. ബല്ല 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 ബല്ലാത്ത ജാതിയോ ബല്ലാത്ത ജാതി, ഇവിടില്ലാത്ത ജാതി ആരും കൊല്ലാത്ത വ്യാധി, ഓനെ കണ്ടാ പിന്നിലയ ഗല്ലാപ്പില്ലായി പൊല്ലാപ്പില്ലായി, മല്ലിക്കെട്ട് അല്ലാത്തില്ലേ പല്ലേ മില്ലായി, ചന്നം പിന്നെ പുല്ലാത്തല്ലായി ഗുദാമില്ലായി, പല പല ബല്ലാത്ത ജാതി ഞമ്മള് പൊല്ലാപ്പില്ലായി, ബല്ലാത്ത ജാതി ഞമ്മള് പൊല്ലാപ്പില്ലായി, ബല്ലാത്ത ജാതി ബല്ലാത്ത ജാതി ബല്ലാത്ത ജാതി ഞമ്മള് പൊല്ലാപ്പില്ലായി, ബല്ലാത്ത ജാതി ബല്ലാത്ത ജാതി വെളിലാത്ത ജാതി, കൈമ കെട്ടിയ പീഞ്ഞെടുക്കും മിൽക്ക് സർബത്ത്, പിന്നെ ബാക്കി വന്ന ചണ്ടി പോലെ ഇല്ല ബർക്കത്ത്, ഓനെ മുന്നപ്പെട്ട ഉണ്ട കൊടുങ്ങും പാഞ്ഞ പാക്കറ്റ്, വെറുതെ തൊള്ളയിറക്കിയ ചള്ള പൊളിയോ നോയിക്കോ മേപ്പെട്ട്. ഗല 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 ഗലാട്ട 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 ഗല 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 ഗലാട്ട 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 ഗലാട്ട. വെൽക്കം ടു മർണക്കിണർ ട്രപ്പീസും തലയും കുത്തി റിംഗ് മാസ്റ്റർ, വിസിലടിച്ചാൽ പറന്നു വരും സിംഗങ്ങൾ, സർക്കസ് ആരംഭം, സകല കല അഭ്യാസം, സിറയിലല്ല ആനന്ദം, നടക്ക പോരാൻ ഭൂകമ്പം. ഗല 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 ഗലാട്ട 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 ഗല 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 ഗലാട്ട 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 ഗലാട്ട. ഫേസിലാടി
children participated. All 5 children came back with prizes, and that's a huge testimony to the school. So congratulations, Leela. കാതള കെട്ടിയ മലയാളി പെണ്ണാണു നീ, പഞ്ചാബി ലഞ്ചി കൊഞ്ചും മണവാട്ടി പെണ്ണാണു നീ, മയിലാട്ടത്തിൽ കരകാട്ടത്തിൽ ഈ കൊലുസിന് തഞ്ചം പോരടി പഞ്ചാര
when they started their dance lessons. ചിലരൊക്കെ ഒരു കൈ എടുക്കുമ്പോൾ മറ്റേ കാലൊക്കെ എവിടെയാ എന്നാ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ലായിരുന്നു. And in so many months ഈ സാറാണ് ഇതെല്ലാം ചെയ്യിപ്പിച്ചെടുത്തത്. So a big round of applause for Devji. എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള സെഷനാണ് ഡാൻസ്. അവരെല്ലാവരും അതിന് സ്റ്റേ ബാക്ക് ചെയ്യും. They are always excited about it. So thank you so much, sir. എന്താണ് പറയേണ്ടതെന്നറിയില്ല. കണ്ണും കരളും നിറഞ്ഞു എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. അത്രയ്ക്ക് ഹൃദ്യമായ ഒരു അനുഭവമായിരുന്നു ഇവിടെ ഈ മണിക്കൂറുകളിൽ 2.5-3 മണിക്കൂർ അരങ്ങേറിയത്. പെട്ടെന്ന് എൻ്റെ മനസ്സ് പോയത്, ഒരു 5 വർഷം മുമ്പ് ലിസ്യു കാർ ഓടിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കുറച്ച് സമയം ഒരു കോൺസെപ്റ്റ് സാറുമായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് വന്നതാണ്. ഒരു സ്വപ്നം മുള പൊട്ടുകയായിരുന്നു അന്നു മുതൽ. അത് ഇന്നിവിടെ എത്തിയിരിക്കുന്നു. ഒത്തിരി പേരെ അഭിനന്ദിക്കാൻ തോന്നുന്നു. എവിടെയാണ് തുടങ്ങേണ്ടത്? എനിക്ക് തോന്നുന്നു ആദ്യം തുടങ്ങുന്നത് ഐറീൻ ഇന്നത്തെ പ്രോഗ്രാം നടത്തിയതും ആങ്കർ ചെയ്തതുമായ രീതി എത്ര മനോഹരമായിരുന്നു. ഒരു നല്ല കൈയടി, നമ്മളെക്കൊണ്ട് കൈയടിപ്പിക്കുന്ന കക്ഷിയാണല്ലേ. യെസ്. പിന്നെ ഇതൊരു കുടുംബത്തിൻ്റെ ഒരു വലിയ ഒരു എൻ്റർപ്രൈസാണ്, അഡ്വെഞ്ചറാണ്. മാത്യു ഓരത്തേൽ എപ്പോഴും വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരാളാണ്. അച്ഛൻ തുടക്കം മുതൽ ഇവരെ അറിയാം. വാട്ട് എ ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ഇല്ലേ. അവരുടെ ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ രണ്ടുപേരും ക്ഷണിതാക്കളായിരുന്നു. അച്ഛൻ ഓർക്കുന്നു, ഹോട്ടൽ ഐഡയിലെ ഓർക്കുന്നു. അങ്ങനെ ഇവരുടെ വളർച്ച, ഈ കുടുംബത്തിൻ്റെ വളർച്ച അകലെ നിന്ന് കാണുന്ന ഒരാളാണ് ഞാൻ. അച്ഛൻ ഇവിടെ പറഞ്ഞ ഒരു കാര്യം, ഇത് ഒരു വലിയ ഒരു ക്യാമ്പസിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് വി ജോസഫ് മാഷിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണയായിരിക്കും അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാവുക. അപ്പം ഞാനും അച്ഛൻ്റെ കൂടെ ഉണ്ട്. നമുക്ക് അനധിവിദൂരമായ ഭാവിയിൽ ഇതൊരു വലിയ സ്ഥാപനമായിട്ട്, ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു സ്ഥാപനമായിട്ട്. കാരണം ജോസഫ് സാറിനൊരു വിഷനുണ്ട്, എങ്ങനെയാണ് ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളെ എംപവർ ചെയ്യണമെന്ന്. അതിൻ്റെ ഒരു കൊയ്ത്തുത്സവമാണ് ഇന്നിവിടെ നമ്മൾ കണ്ടത്. അപ്പം അതുകൊണ്ട് എനിക്ക് പ്രത്യേകം അഭിനന്ദിക്കാനായിട്ട് തോന്നുന്ന ഒരു കൂട്ടർ നമ്മുടെ ഇവിടുത്തെ ടീച്ചേഴ്സാണ്. അവരെല്ലാം തിരക്കിലാണ്. ഒരു കുട്ടിയെ അടക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നു, വേറൊരു കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കുന്നു. അങ്ങനെയാണ്. അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ടീച്ചേഴ്സ് പെട്ടെന്ന് ഒരു അര മിനിറ്റ് നേരത്തേക്ക് ഒരു സ്പ്ലിറ്റ് ഓടി ഇങ്ങോട്ടൊന്ന് വന്ന് എന്നിട്ട് വലിയ കാര്യം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ 2 വാക്കുണ്ട്. ഒന്ന് ബിഗ്, മറ്റൊന്ന് ഗ്രേറ്റ്. ബിഗ് ചെയ്യാനായിട്ട് എന്താണ്, ഒരു 2000 പേർ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ്, വലിയ കർട്ടൻ സംവിധാനങ്ങൾ, വലിയ VVIPകൾ, മുഖ്യമന്ത്രിയും കുറേ മന്ത്രിമാർ, 5-6 മന്ത്രിമാർ, ബിഷപ്പുമാർ ഒക്കെ നിരത്തിക്കൊണ്ടുള്ള പ്രോഗ്രാം ബിഗ് ഈവൻ്റാണ്. പക്ഷേ എപ്പോഴാണ് ഒരു ഈവൻ്റ് ഗ്രേറ്റ് ആകുന്നത്? അതിൻ്റെ പിറകിൽ ത്യാഗമുണ്ടാകുമ്പോഴാണ്. ത്യാഗമാണ് ഏതൊരു പ്രവർത്തനത്തെയും ഗ്രേറ്റ് ആക്കുന്നത്. അതാണ് നമ്മളിവിടെ കണ്ടത്. ഞാൻ അതിന് പല കാര്യങ്ങൾ കുറിച്ച് വെച്ചു. ഒന്നും പറയാൻ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ജോസഫ് സാർ പറഞ്ഞ ഒരു കാര്യം, റിഹേഴ്സൽസ് are more important than the performance എന്ന് പറഞ്ഞ് വലിയൊരു സ്റ്റേറ്റ്മെൻ്റാണത്. പ്രോസസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ പ്രോഡക്റ്റ്.
The journey is more important than the destination. ഒത്തിരി പാഠങ്ങൾ ഇതിലൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിനെല്ലാം വേദി ഒരുക്കിയ എല്ലാവർക്കും, particularly you, Lisiu, and ഈ കൊച്ചു പറഞ്ഞ് ഇൻക്രെഡിബിൾ എന്ന്, അൺബിലീവബിൾ, വേറൊരു വാക്ക് കണ്ടുപിടിക്കേണ്ടത്, that you are able to do these things so quietly you are doing it. നമസ്കാരം. സാറ്, ജോസഫ് സാറ് സ്റ്റേജിലേക്ക് വരണം ഈ പിള്ളേർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ. ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇപ്പം ബാക്കി കുഞ്ഞുങ്ങളൊക്കെ പോയി നിങ്ങൾ നോർമലായിട്ടുള്ളൊരു സ്കൂളിൽ വിട്ടാൽ നോർമൽ സ്കൂളിലെ പിള്ളേരെല്ലാം പോയി സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ചുകൊണ്ട് വരും ഇല്ലേ? ഇല്ലേ? ആം ഐ റൈറ്റ്? ഇവർക്ക് ആര് സർട്ടിഫിക്കറ്റ് കൊടുക്കും? ആരും കൊടുക്കത്തില്ല. ഇവർക്ക് കാണാനും കാണിക്കാനും ഒരു സാധനങ്ങളും ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവർക്ക് വേണ്ടി സർട്ടിഫിക്കറ്റ്, ഇവരുടെ ക്വാളിറ്റീസ്, ഇവർ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളൊരു സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് വായിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ വർഷവും ഞാൻ പറഞ്ഞു, ഇതാണ് ഇവരുടെ ജീവിതത്തിൻ്റെ നാഴികക്കല്ലുകളാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇവർ കടത്തിവിട്ട ഇവരുടെ ബുദ്ധിമുട്ടുകളെ നമ്മൾ നല്ല വാക്കുകൊണ്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ഇവർ അത് കടത്തിവിടാൻ വേണ്ടി, ഇതിനകത്ത് എത്താൻ വേണ്ടി അവർ കടന്നുപോയ സങ്കടങ്ങൾ എത്രയാണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. മാഷിൻ്റെ ഒരു വരിയുണ്ട്, പഴയ തലമുറയ്ക്ക് തലയില്ല, പുതിയ തലമുറയ്ക്ക് മുറയില്ല. ഇവിടെ നമ്മൾ കണ്ടത് തലയും മുറയുമുള്ള ഒരു ജനറേഷനെ വളർത്തിയെടുക്കുന്നതാണ്. അപ്പം അച്ഛൻ പറഞ്ഞ പോലെ ഏറെ താമസിയാതെ ഒരു വിശ്വവിദ്യാലയത്തോളം ഇത് വളരട്ടെ, ലോകം മുഴുവൻ
ഈ ഒരു സ്ഥാപനത്തെ അനുകരിക്കാൻ ഇടവരട്ടെ. താങ്ക് യു. ഞാൻ എടുക്കുവാണ്. നമ്മൾ ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം സ്പോർട്സില്, ആർട്ടില്, സയൻസില്, മാത്ത് ഫെസ്റ്റിവലില് എല്ലാത്തിലും കൊണ്ടുപോയിട്ട് ഈ പിള്ളേർക്ക് എല്ലാവർക്കും സമ്മാനം കിട്ടി. അപ്പം ഇവരുടെ കൂടെ ഇരുന്നാലൊന്നും ഈ സാധാരണ പിള്ളേർക്ക് ഒന്നും സംഭവിക്കുകയില്ലെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പിള്ളേരെ എല്ലാ കോമ്പറ്റീഷനും കൊണ്ടുപോയി. എല്ലാം നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ ആപ്പാടെ ഇത്രയും പിള്ളേരുടെ കൂടെ ഇവരെ വെച്ച് ഇതെല്ലാം പഠിപ്പിച്ച് റെഡിയാക്കി. ഇവരും കണ്ടമാനം ഞങ്ങൾ സ്കൂളിൽ താമസിച്ചൊക്കെ പഠിപ്പിച്ചാണ് ഇതും കൊണ്ട് പോകുന്നത്. അപ്പം ലോകം മുഴുവൻ പറയുന്നത് ഇവരുടെ ഒപ്പം ഇരുന്ന് പഠിക്കാൻ സാധാരണ പിള്ളേർക്ക് പഠിച്ചാൽ അവരുടെ ബ്രില്യൻസ് കുറഞ്ഞു പോകുന്ന. അപ്പം നിങ്ങളാണ് ഇതിനുള്ള തെളിവ് എനിക്ക് ആകെപ്പാടെ ഉള്ളത്. ഇവരുടെ ബ്രില്യൻസിന് ഈ 5 പിള്ളേർ ഇവരുടെ കൂടെ പഠിച്ചിട്ട് ഒരു ബ്രില്യൻസ് കുറവും ഉണ്ടായില്ല. ഒരാളെ നോക്കിയും ഇവർ അനുകരിച്ചില്ല. നിങ്ങളെല്ലാവരും കണ്ടല്ലോ, സാധാരണ പിള്ളേരാണ്. എല്ലാ ഏജിലുള്ള വേദസ് ഏതാണ്ട് 1 വയസ്സൊക്കെ ആവുന്നതിന് മുമ്പേ ഇതിനകത്ത് വന്നതാ. വേദസ് ഇതുവരെ ഒരു കൊച്ചിനെ പോലും കണ്ടു പഠിച്ചില്ല. വേദസിനെ പ്രസവിച്ചത് ഇതിനകത്താന്ന് പറയാം. ഇതുവരെ ആ കൊച്ച് ആരെയും കണ്ടൊന്നും പഠിച്ചില്ല. അപ്പൊ ലോകത്തിനുള്ള തെളിവാണ് ഇവരുടെ കൂടെ ഇരുന്ന് പഠിച്ചാൽ ഒരു കൊച്ചും പ്രഗത്ഭരാകാതെയും മിടുക്കരാകാതെയും പോകത്തില്ല. ലോകത്തിലുള്ള മുഴുവൻ പേരൻസിനും ഉള്ള ഒരു സന്ദേശമാണിത്. അതാണ് ലീല സ്കൂൾ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. സർഗലീലയുടെ 2ാം വാർഷിക ആഘോഷത്തിലൂടെയാണ് ഇന്ന് നമ്മൾ പോയത്. നന്ദിയിലൂടെ വളരാനാണ് ലീല ഞങ്ങളെ പഠിപ്പിക്കുന്നത്. ലീലയുടെ ഈ വളർച്ചയിൽ നെടും തൂണായ ഡയറക്ടർ ശ്രീമതി ലിസി ഫ്ലവർ ആന്റണിയോട് ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഉള്ള സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഓരോരുത്തരും ഒരു ചിത്രശലഭമാണെന്നും സമൂഹത്തെ ചേർത്ത് പിടിച്ച് എങ്ങനെ ജീവിക്കണമെന്നും ഐശ്വര്യത്തോടെ എങ്ങനെ പ്രായമാകണമെന്നും അതുപോലെ കമ്മ്യൂണിറ്റി ലിവിങ് എങ്ങനെ സാധ്യമാക്കണമെന്നും എന്നുള്ള ഒരു ചരിത്രം രേഖപ്പെടുത്തി ഈ കാലഘട്ടത്തിന് വഴി തെളിയിച്ച തോമസ് എബ്രഹാം സർ ഞങ്ങളോടൊപ്പം ഇന്ന് വന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ്. ഇവിടെ വന്ന ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. വരദാനമായ കുഞ്ഞുങ്ങളെ വർണ്ണപതംഗങ്ങൾ ആക്കാൻ ഞങ്ങളുടെ മാതാപിതാക്കളെയും അധ്യാപകരെയും ഒരുക്കുന്ന ഞങ്ങളുടെ ജോസഫ് മാഷ് ഞങ്ങളെ അനുഗ്രഹിക്കാൻ എത്തിയതിന് നന്ദി. സാറിനോടൊപ്പം എപ്പോഴും പിന്തുണയുമായി ഓടിയെത്തുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന സീന ചേച്ചിക്ക് നന്ദി പറയുന്നു. ടോക്സ് ഇന്ത്യ എന്ന പ്രകാശന പരമ്പരയിലൂടെ മുളമൂട്ടിൽ അച്ഛനുമായിട്ടുള്ള ഞങ്ങളുടെ സൗഹൃദം ഉറച്ചു. ഇന്ത്യയിലെ പ്രമുഖ വ്യക്തികളെ കാണാനും സംവദിക്കാനുമുള്ള അവസരങ്ങൾ ഒരുക്കി തരുന്നത് അച്ഛനാണ്. ഇന്ന് അച്ഛൻ ഞങ്ങളോടൊപ്പം വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിന്, ഞങ്ങൾക്ക് ഈ അവസരങ്ങൾ ഉണ്ടാക്കി തന്നതിന് ഞങ്ങളുടെ ഹൃദയം തന്നെ നന്ദികൾ അച്ഛനോട് പറയുന്നു. ലീല കുഞ്ഞുങ്ങൾ എന്നെ സ്നേഹത്തോടെ വിളിച്ച് ഞങ്ങളുടെ വളർച്ചയ്ക്കൊപ്പം ഞങ്ങളുടെ കൂടെയുള്ള പ്രിയപ്പെട്ട സതി ടീച്ചറിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ വളർച്ചയുടെ ഭാഗമായി ക്ലാസിക് സിനിമ, ചിത്രകലാ പഠനം ഇവയെല്ലാം സാധ്യമാക്കി തരുന്നത് മാത്യൂസ് അങ്കിളാണ്. ആനിവേഴ്സറിയുടെ സാങ്കേതിക വശങ്ങൾ, ബ്രോഷറുകൾ, സർട്ടിഫിക്കറ്റ് ഡിസൈനിങ്, മീറ്റിംഗ് അറേഞ്ച്മെന്റ് ഇവയെല്ലാം ചെയ്ത് ഞങ്ങളോടൊപ്പം നിൽക്കുന്നതിന് ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. മൃദംഗ അധ്യാപകനായ ശ്രീ ഹരീഷ് സാറിനോടാണ് ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ 2 വർഷത്തെ കനിഷ്ഠതയോടുള്ള ശിക്ഷണത്തിൽ ഞങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് ഈ വേദിയിൽ അവതരിപ്പിക്കാൻ സാധിച്ചത്. അതിനായി ഞങ്ങൾ അദ്ദേഹത്തോട് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ലീല കുട്ടികളെ വേർതിരിവില്ലാതെ കഴിവിൻ്റെ പരിധി നിശ്ചയിക്കാതെ നൃത്തത്തിലൂടെ വളർത്തുന്ന ദേവ്ജിയോട് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. സാങ്കേതികമായ എല്ലാ കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ പഠനവും വാശാക്കിൽ ഇരുന്ന് ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സിമിമായ്ക്കും വളരെ തിരക്കിനിടയിലും ലീല കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് ഇംഗ്ലീഷും മ്യൂസിക്കും പഠിപ്പിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഐറിൻ ചേച്ചിക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഞങ്ങളോടൊപ്പം നീങ്ങുന്ന ഞങ്ങളുടെ വളർച്ചയിൽ എപ്പോഴും ഞങ്ങൾക്കൊപ്പം വാത്സല്യത്തോടെ നടന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രിയപ്പെട്ട റോയ് അച്ഛനോട് നന്ദി പറയുന്നു. പേരൻസിന് എല്ലാവിധ പിന്തുണകളും
ആയി ഞങ്ങൾക്ക് വേണ്ടി പഠിക്കുകയും ലീല സ്കൂളിൻ്റെ പോളിസിക്കൊപ്പം നീങ്ങുകയും സ്നേഹത്തോടെ കാർക്കശ്യത്തോടെ ഞങ്ങളുടെ എപ്പോഴും ഞങ്ങൾക്കൊപ്പമുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇതുവരെ ഞങ്ങളെ എത്തിച്ചതിന് നന്ദി പറയുന്നു. നമ്മുടെ ആഹാരം റെഡിയാക്കാൻ വേണ്ടി നമ്മുടെ ഒപ്പം എത്തിയിരിക്കുന്ന ശ്രീകാന്ത് ചേട്ടന് നന്ദി പറയുന്നു. ഈ പരിപാടി ഗാംഭീര്യത്തോടെ അവതരിപ്പിക്കാനായിട്ട് കൃത്യമായ ശബ്ദ സംവിധാനം ചെയ്തു തന്ന ചേട്ടന്മാരോട് നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാവരും എത്തിച്ചേർന്നതിനും നന്ദി പറയുന്നു. ഞങ്ങളെ ഏറ്റവും ഭംഗിയായി ക്രമീകരിച്ച് എപ്പോഴും ഞങ്ങളോടൊപ്പം ഉള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിന് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. ദാറ്റ്സ് ഇറ്റ്. ഇതുകൊണ്ട് നമ്മൾ നമ്മുടെ സർഗലീല 2024-25 സമാപിച്ചിരിക്കുന്നു. ഫുഡ് എല്ലാവർക്കും ലഞ്ച് നമ്മൾ താഴെ ആഫ്റ്റർ ദാറ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ ഫോർ കമ്മിങ് ടുഡേ. താങ്ക് യു.